സത്യത്തില് ദൈവം തന്ന നല്ല സമയത്തിനായി നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലായിക്കൊണ്ടിരുന്ന വിഷയം ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. എന്നാൽ അതിൽ നിന്ന് ദൈവം നമ്മളെ വഴി തിരിച്ച് വിട്ടിട്ട് മറ്റു ചില കാര്യങ്ങൾ നമ്മളെ പെട്ടെന്ന് അറിയിക്കുക. നമ്മൾ ദൈവം അനുവദിക്കുന്നെങ്കിൽ അങ്ങോട്ടേക്ക് മടങ്ങി വരും. അപ്പോ ഇവിടെ പെട്ടെന്ന് കർത്താവ് തന്ന ചിന്ത എന്ന് പറയുന്നത് ആ ഡിഫറൻസ്, സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവും അതേസമയം വിശുദ്ധ പൗലോസ് പറഞ്ഞ മറ്റൊരു യേശുവും തമ്മിൽ ഒന്ന് നമ്മൾ തരം തിരിച്ച് മനസ്സിലാക്കിയില്ല എങ്കിലുള്ള അപകടമാണ് കർത്താവ് നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത്. അപ്പൊ കഴിഞ്ഞ സന്ദേശം നമ്മൾ ഇതുമായുള്ള ബന്ധത്തില് നാം ചിന്തിച്ച ഒരു കാര്യം, ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സൈഡുകളുണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട്, സ്പിരിച്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് ഡിവോഷണൽ സൈഡാണെന്നും മറ്റേ സൈഡ് ഓപ്പറേഷണൽ സൈഡാണെന്നും നാം മനസ്സിലാക്കി. ഡിവോഷണൽ സൈഡ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുക, കർത്താവിന് നന്ദി പറയുക, എല്ലാ ഭക്തിയുടെ സൈഡ്. എന്നാൽ ഓപ്പറേഷണൽ സൈഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന സൈഡാണ്. അപ്പൊ ഇത് രണ്ടും അതിൻ്റെതായ ബാലൻസിൽ നാം കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞ സന്ദേശം നാം കേട്ടു. അപ്പോ അവിടെ നാം മനസ്സിലാക്കിയ ഒരു കാര്യം, ലോകത്തിലെ യേശു അത് ഇമിറ്റേഷനാണ്, ഒരു കൗണ്ടർ ഫീറ്റാണ്. ഒറിജിനലിനെ മറയ്ക്കാൻ തക്കോണം പിശാചിട്ടിരിക്കുന്ന കൗണ്ടർ ഫീറ്റാണ്. ആ കൗണ്ടർ ഫീറ്റ് ആയ യേശുവിനെ പ്രസന്റ് ചെയ്തിട്ട് എന്താ ചെയ്യണേ? ഭക്തിയുടെ സൈഡ് ഇട്ട് തരും, പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ സൈഡ് ഇട്ടിട്ട് ഓപ്പറേഷണൽ സൈഡിനെ അങ്ങ് മറച്ചു കളയും. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ് എന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കി. ഇതാ, നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുന്ന വ്യക്തിത്വങ്ങളിലുണ്ടല്ലോ. എന്റെ പേര്, ജഡത്തിലെ മാതാപിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പേര് ഷാജി ജോസഫ് എന്നാണ്. തുടർന്ന് ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെ വിളിച്ചു. ആ സഹോദരി വിളിച്ച വിഷയവുമായിട്ടുള്ള ബന്ധത്തിലും കൂടിയാണ് ഈ ഉത്തരം. സഹോദരി പറഞ്ഞൊരു കാര്യം, ദേവദാസനെ, അങ്ങയുടെ സന്ദേശം ഞാൻ സ്ഥിരം കേൾക്കുന്ന ആളാണ്, എനിക്കത് വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്, ഞാൻ നിരന്തരം കേൾക്കും. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് വ്യക്തിത്വങ്ങൾ, ആ വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഇത് ക്രമീകരണം, അവര് ഇങ്ങനെ പറയുന്നു, കർത്താവ് ഷാജി ജോസഫ് യേശു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സന്ദേശം വേണ്ട. അപ്പോ ഇതറിയാം, ഇത് സൂമിലൂടെ ധാരാളം പേര് കണ്ടുകൊണ്ടിരിക്കുക. ഇതില് പല ദൈവദാസന്മാരുണ്ട്, IPCയിലെ ദൈവദാസന്മാരുണ്ട്, വേറെ സഭകളുടെ ദൈവദാസന്മാരുണ്ട്. അപ്പോ നിങ്ങൾക്കൊന്നും ഇതുവരെ തോന്നാത്ത കാര്യം ചിലർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്. ആ സഹോദരിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് ആവർത്തിക്കട്ടെ. നിങ്ങളോട് ആരാ ഇത് പറഞ്ഞേ? നിങ്ങൾ സന്ദേശം കേട്ടിട്ടാണോ പറഞ്ഞേ, അതോ ആരാ ഇത് പറഞ്ഞേ? അപ്പൊ അവര് പറയും, ഞങ്ങള് കേട്ടില്ല, ഞങ്ങളോട് ഇന്ന ആള് പറഞ്ഞു. അപ്പൊ പിന്നെ അയാളോട് പോയി ചോദിക്കുക. അയാളോട് ചോദിക്കുമ്പോ അയാൾ പറയും, എനിക്കറിയത്തില്ല, എന്നോട് ഇന്ന ആള് പറഞ്ഞു. പിന്നെ അയാളോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, എനിക്കറിയത്തില്ല, എന്നോട് ഇന്ന ആള് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഇതെങ്ങ പോകും. അണ്ട് അവസാനം ചെന്നിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കും. ആ വ്യക്തിക്ക് ഒരു പക്ഷെ അറിവില്ലാത്തത് കൊണ്ടോ അല്ല എങ്കിൽ ഏതെങ്കിലും പിശാചിന്റെ കുഞ്ഞ് അദ്ദേഹത്തിന്റെ ചെവിയിൽ മാന്ത്രിച്ചതും അനന്യാ സഭയുടെ ആ ഹൃദയം പിശാച് കരസ്ഥമാക്കിയതുപോലെ കരസ്ഥമാക്കിയിട്ട് ദൈവരാജ്യത്തിന്റെ മൊഴികൾ അവർ യേശു പ്രസംഗിച്ച, സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ മൊഴികൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ഇറക്കി വിടുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയുള്ളവരോട് നിങ്ങളോട് ഈ സന്ദേശം എന്നാ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇതാ സാധാരണ ദേവദാസന്മാർ പറയുന്നത് പോലെ അല്ലല്ലോ ഞാൻ പറയുന്നേ. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, എന്നെ വിശ്വസിക്കരുത്, ബൈബിൾ വിശ്വസിക്കണമെന്ന്, ഇല്ലേ? ഇതല്ലേ പറയാറ്. അപ്പൊ നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുക. അവര് പറഞ്ഞത് ഇവര് പറഞ്ഞതല്ല വിശ്വസിക്കണം, ബൈബിൾ വിശ്വസിക്കുക. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്നെ അടിക്കാനുള്ള പണി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നു. നിങ്ങൾ എന്നെ അടിക്കണതിന് പകരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പുറകിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് എന്താ കാര്യമുണ്ടേ?
നിങ്ങൾ എന്നെ അടിക്കുക. ആ ദൈവത്തിന്റെ ദാസനെ അങ്ങ് എന്തുകൊണ്ട് ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല? ഈ വചനപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം കൊണ്ട് എന്നെ അടിക്കുക. എന്തിനാണ്? എനിക്കൊന്നും മാറാനാണ്. ക്രിസ്തു പറഞ്ഞതുപോലെയല്ല. ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ആരുടെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്ന. കാരണം ക്രിസ്തു തികഞ്ഞവനാണ്, ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ തികയാത്തവനാ, തികവുള്ള കർത്താവിനെ അനുഗമിക്കുന്നവൻ. അപ്പൊ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. എന്റെ കുറവുകള് ഇവിടെയുള്ള ആള് മറ്റേ ആളോട് പറഞ്ഞ്, മറ്റേ ആള് വേറൊരാളോട് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കുകയല്ല. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളെ തന്നെ നിങ്ങൾ ഉപദ്രവിക്കുക. കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന്റെ പേര് അപവാദം എന്ന്. അപവാദം പറയുന്നത് ആരാന്ന് ഈ പുസ്തകത്തിലുണ്ട്, തെറ്റിട്ടുണ്ടോ? ഇനി അറിയത്തില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. വെളിപ്പാട് പുസ്തകം 12 അധ്യായം വായിച്ചു നോക്കുക. അപ്പോ അവന്റെ പ്രവൃത്തിക്ക് നമ്മൾ കൂട്ടാളികളാകരുത്. പകരം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുറവ് കണ്ടു കഴിഞ്ഞാൽ, എന്നെ മാത്രമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുറവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ വ്യക്തി ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ എന്റെ തല കൊയ്യുന്ന ആളാണോ, അല്ല അദ്ദേഹം പറയാണ് എന്റെ കുറവുകൾ എന്നോട് പറയണം, എനിക്കൊന്ന് നന്നാകാനാണ് എന്നുള്ള ആളാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ കുറവുകൾ വചനാടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക, ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുക. എന്തിനാണ്? അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ നിങ്ങളിൽ ഒരുത്തൻ അവനെ പാപത്തിൽ നിന്ന് നേർവഴിക്ക് കൊണ്ടുവരുന്നതെങ്കിൽ വലിയ വലിയ പ്രതിഫലങ്ങളാണ് നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ദൈവദാസന്മാരാകട്ടെ ദൈവമക്കളാകട്ടെ, നിങ്ങൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരോട് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളും പറഞ്ഞു കൊടുക്കണം. ഷാജി ബ്രദർ അല്ലെങ്കിൽ ഷാജി ദേവദാസൻ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം, അവരോട് പറഞ്ഞു കൊടുക്കണം. സഹോദര, ഇത് എന്നോടല്ലല്ലോ പറയണ്ടേ, ഇത് ആ ദേവദാസനോടല്ലേ പറയണ്ടേ. ആ ദേവദാസൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു കുറവുകളുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം, കുറവുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണമെന്ന്. നിങ്ങൾ ഇതൊന്നും എന്നോട് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ കുറവ് അദ്ദേഹത്തോട് പറയും. അപ്പോ അദ്ദേഹത്തെയും ഒരുപക്ഷെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാലോ? അങ്ങനെ ആ പാപത്തിൽ ജീവിക്കുന്ന അദ്ദേഹത്തെ നിങ്ങൾ നേടിയാൽ സ്വർഗത്തിൽ എന്തോരം പ്രതിഫലമാണ് നിങ്ങൾക്കുള്ളത്. അതിന് പകരം നിങ്ങൾ വന്ന് അദ്ദേഹത്തിന്റെ കുറവ് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് അവരോട് നിങ്ങൾ പറയാനായിട്ട് ഇടയാണ്. അപ്പൊ ദൈവദാസന്മാരെ ഏതൊരു വ്യക്തിയാകട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ അതിനായി ക്ഷണിക്കുക. ഇനി ജനറലി പറയാം, നമ്മുടെ വാക്കുകൊണ്ട് പറയുന്ന ഓരോ കാര്യത്തിനും ന്യായവിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നമ്മളെ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നവരുണ്ട്, നമ്മളെ നശിപ്പിച്ചു കളയാൻ പറയുന്നവരുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോ ഇതിന്റെ നടുവിൽ നമ്മൾ ജയമെടുക്കുവാനായിട്ട് ഇടയാണ്. ഇനി ഈ സന്ദേശം അവർ കേൾക്കട്ടെ. ഇനി പറയാൻ പോണതും കൂടി അവർ കേൾക്കട്ടെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന യേശു, വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ മറ്റൊരു യേശു, ഞാൻ പ്രസംഗിച്ച യേശു അല്ല, അത് മറ്റൊരു യേശു ആണ് എന്നുള്ള ആ സന്ദേശവും ചേർത്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് യേശു എന്താണ് ചെയ്യുന്നത്. ഇന്ന് വേറൊരു വ്യത്യാസമാണ്. അതിനെ ആ കള്ളനോട്ട് കണ്ടുപിടിക്കാനുള്ള അടുത്ത വ്യത്യാസം പറഞ്ഞു തരികയാണ്. കള്ള യേശുവിനെ കണ്ടുപിടിക്കാനുള്ള അടുത്ത വ്യത്യാസം പറഞ്ഞു തരിക. സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പിതാവിനെ വെളിപ്പെടുത്തും. ശ്രദ്ധിക്കുക, ലോകത്തിലെ യേശു പിതാവിനെ വെളിപ്പെടുത്താതെ മറയ്ക്കും. ശ്രദ്ധയോടെ മനസ്സിലാക്കി. സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പിതാവിനെ വെളിപ്പെടുത്തും. ലോകത്തിൽ നിന്നൊന്നും യേശു പിതാവിനെ വെളിപ്പെടുത്താതെ തന്നെ കൊണ്ട് തന്നെ പിതാവിനെ അങ്ങ് മറയ്ക്കും. ഇനി എന്താണ് ഇതിന്റെ വിഷയങ്ങൾ എന്ന് നാം മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഈ യേശുവിനെ കൊണ്ട്, ഈ ലോകത്തിലുള്ള യേശുവിനെ കൊണ്ട് പിതാവിന്റെ ആ ഓപ്പറേഷനെ അങ്ങ് മറക്കുകയാണ് ചെയ്യുന്നത്. ദൈവ ഇഷ്ടത്തെ മറക്കുകയാണ് ചെയ്യുന്നത്. അവസാനം മത്തായി 7:21, 22, 23 പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ട് യേശുവിനെ ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നായിട്ട് റിപ്പോർട്ട് വിടാൻ കൊടുക്കും. പക്ഷെ കർത്താവ് പറയുന്നത്, എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം. അതാണ് ഓപ്പറേഷൻ, ഫാദേഴ്സ് ഓപ്പറേഷൻ, ദ വിൽ ഓഫ് ഗാഡ്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ഭാവിയിൽ വളരെ നല്ലതാണ്. അപ്പോ ഈ സ്വർഗത്തിൽ വന്ന യേശുവും ഭൂമിയിലെ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള യേശുവും തമ്മിലുള്ള ആ വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കി. ഇത് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ബ്ലസ്സഡ് ആണ്, നിങ്ങൾ അനുഗ്രഹീതരാണ്. ഇതെല്ലാവർക്കും ഒന്നും കേൾക്കാൻ ദൈവം അനുവാദം അവസരമൊന്നും കൊടുക്കത്തില്ല. വരം ലഭിച്ചവർക്ക് മാത്രമേ ഇത് കേൾക്കുവാൻ പറ്റുകയുള്ളൂ.
അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടെ കരുതുക. ഹല്ലേലൂയ. ഇത് നമ്മളുടെ ഒരു പ്രവാസ കാലമാണ്. ഇത് ജയം പ്രാപിച്ച് നാം കടന്നു ചെല്ലേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഇതുമായുള്ള ബന്ധത്തില് ഈ വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇവിടുത്തെ കീ വാക്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-38 വാക്യം. ഈ യേശുവിനെ സ്വർഗത്തിൽ നിന്ന് യേശുവിനോടെ കാണുക. യേശു പറയുകയാണ്, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണ് വന്നേക്കുന്നത്. എന്തിനാണ്? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ. ഞാന് വന്നിരിക്കുന്നത് ഒരു ഓപ്പറേഷനുമായിട്ടുള്ള ബന്ധത്തിലാണ്. അല്ലാതെ സ്വർഗത്തിൽ നിന്ന് സ്തുതിയും ആരാധനയും വാങ്ങിക്കാൻ ഭയങ്കര ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്തുതി ആരാധനയും വാങ്ങിക്കാൻ വന്നതല്ല. വളരെ വ്യക്തമാണ്. ഞാൻ വന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. എവിടെ നിന്നാണ് വന്നേക്കണേ? സ്വർഗത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്തെടുക്കാനുണ്ട്, ഒരു പ്രൊജക്ട് ചെയ്തെടുക്കാനുണ്ട്. ക്ലിയർ ആണല്ലോ? ഇത് ബൈബിളിൽ ഇല്ലെങ്കിൽ എന്നോട് പറയണം. എനിക്കൊരു പ്രൊജക്ട് ചെയ്യാനുണ്ട്. ഈ പ്രൊജക്റ്റിനെ മറയ്ക്കുക എന്നുള്ളതാണ് കള്ള ക്രിസ്തുക്കളുടെ പദ്ധതി, കള്ള പ്രവാചകന്മാരുടെ പദ്ധതി. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അവൻ എന്തെന്നറിയാമോ? ചാപ്പ കുത്തും. കള്ള പ്രവാചകൻ എന്നും പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ചാപ്പ കുത്തിയിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ കേട്ടതുപോലെ യൗവനക്കാരും പിന്നെ കേൾക്കാൻ വരത്തില്ലല്ലോ. യൗവനക്കാരും കേൾക്കാൻ വരത്തില്ലല്ലോ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതായത് ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി മാറ്റിയിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാണ്. ഒരു എയർ കണ്ടീഷണർ സ്പെയർ പാർട്സ് വെക്കുന്ന ഒരു സ്ഥാപനം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോ അതില് ഈ ഗ്യാസ് ഏകദേശം 14 കിലോ ഉള്ള ഡ്യൂപോണ്ടിന്റെ ഗ്യാസ് ഈ വണ്ടിയുടെ എയർ കണ്ടീഷണർ ഫില്ല് ചെയ്യണം. അപ്പൊ തുടക്ക കാലങ്ങളിൽ ഞങ്ങൾ ആ ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾ അത് US ഗ്യാസാണ്. അതില് ഞങ്ങള് വളരെ വില കൂടിയ ഗ്യാസാണ്. ആ ഗ്യാസ് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു ഏകദേശം 450 ദിർഹംസ് എങ്ങാണ്ടുമാണ് ഞങ്ങളുടെ പർച്ചേസ് കോസ്റ്റ്. അപ്പോ അത് അത് കൊണ്ടുവന്ന് പിന്നെ വാനിൽ കയറ്റി പിന്നെ കസ്റ്റമേഴ്സിന് പ്ലേസ് കൊടുക്കുമ്പോൾ ഞങ്ങൾ അറൌണ്ട് ഒരു $500 അല്ലെങ്കിൽ $480 $490 $500 ചാർജ് ചെയ്യും. അപ്പോ ഈ സമയത്ത് ഇതങ്ങനെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പല കസ്റ്റമേഴ്സും പറഞ്ഞത്, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ, ഞങ്ങൾക്ക് ഏത് ഒറിജിനൽ സാധനം 250 കിട്ടും. നിങ്ങൾ അത് നിങ്ങൾ കൊണ്ടുവന്നതിന് അമേരിക്കയുടെ ഫ്ലാഗിന്റെ പടയില്ല. നിങ്ങൾ കൊണ്ടുവന്നതിന് ആ അമേരിക്കയുടെ ആ ചുമന്ന നക്ഷത്രങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് കണ്ടോ, അമേരിക്കയുടെ ഫ്ലാഗ് ഉണ്ട്, ചുമന്ന നക്ഷത്രങ്ങളുണ്ട്. ഇതെല്ലാം 250 ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. നിങ്ങൾ ഇത് കൊണ്ടുവന്നിട്ട് 500 അല്ലെങ്കിൽ 490 എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ കൊണ്ടുവരുന്നു. ഈ ഡ്യൂപ്ലിക്കേറ്റിന് ഇത്രയധികം വിലയോ? ഞങ്ങൾക്ക് ഒറിജിനല് 250 കിട്ടുന്നു. അപ്പൊ ഞാനിത് കമ്പനിക്കാരോട് ചെക്ക് ചെയ്തു, നിങ്ങൾ അതെന്താ ഇങ്ങനെ സാധനം തരുന്നേ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളാണ് ഇവിടുത്തെ ഓതറൈസ്ഡ് കമ്പനി, ഞങ്ങളെ ഈ സാധനം ഇവിടെ റിലീസ് ചെയ്യുന്നുള്ള ഒറിജിനൽ, ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോഴാണ് മനസ്സിലാകുന്ന കാര്യം, ഇത് ഒറിജിനലിനെക്കാളും വെല്ലുന്ന പാക്കറ്റ്, നല്ല ഭംഗിയുള്ള പാക്കറ്റ് ആ ഒറിജിനൽ പോലും ഇല്ലാത്ത രീതിയിൽ അമേരിക്കയുടെ ഫ്ലാഗ്, നക്ഷത്രങ്ങൾ, സ്റ്റാർ ഒക്കെ അടിച്ച് ഇവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒറിജിനൽ പാക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അവർക്ക് ഇപ്പൊ എന്ത് മതി? ഇന്ന് അവർക്ക് എന്ത് മതി? കടക്കാർക്ക് അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് മതി. കാരണം അത് 250 ദിർഹംസിന് കിട്ടും. വളരെ ലാഭവുമാണ്. അത് ആളുകളുടെ വണ്ടിക്ക് അടിച്ചു കൊടുത്തവർക്ക് അവർക്ക് പൈസ സമ്പാദിക്കും. അപ്പോ ഫലം മാത്രം കുറവായിരിക്കും, അതിന്റെ തണുപ്പ് മാത്രം കുറവായിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇതുപോലെയാണ് ജനം മറ്റൊരു യേശുവിനെ സ്വീകരിച്ച് അവർക്ക് ഒറിജിനലിനെ വേണ്ട എന്ന അവസ്ഥയിലേക്ക്. അപ്പോ ഒറിജിനൽ യേശു പറയുന്നത്, ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഓപ്പറേഷണൽ സൈഡ് മറയരുത്. വിൽ ഓഫ് ഗോഡ് പറഞ്ഞാൽ കുഞ്ഞെ നീ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കുക. ഇതാണ് കർത്താവ് പറഞ്ഞത്. എന്നെ കർത്താവെ എന്ന് പറയുന്നതിൽ ആരാധിച്ചു, ഇഷ്ടം പോലെ ആരാധിച്ചു. പക്ഷേ ഓപ്പറേഷൻ സൈഡ്, ദ വിൽ ഓഫ് ഗോഡ്, അത് മറയരുത്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇതുകൊണ്ടാണ് പറഞ്ഞ അല്ലാത്ത നരകത്തിലേക്ക് പോകും.
അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കഴിക്കുക. അപ്പോ ഈ ഒരു ക്രമീകരണത്തിൽ യേശു ക്രിസ്തു വന്നിരിക്കുമ്പോ ഇതാ വിശുദ്ധ പൗലോസ് പറയാണ്, മറ്റൊരു യേശുവിനെ വേറൊരു ഭാഗത്ത് ഇറക്കുന്നു. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് പിശാചിന്റെ തന്ത്രമാണ്. 2 കൊരിന്ത്യർ 2:11 വാക്യത്തിൽ പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. കാരണം അവൻ തന്ത്രത്തിലൂടെയാണ് ദൈവമക്കളെ തോൽപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 2:11. ഇനി ഇതിലൊന്നും കാര്യമില്ലാത്ത കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അവർക്ക് ഇതൊന്നും കേട്ടാൽ ഇതൊക്കെ വെറും ബൈബിൾ ക്ലാസ് അല്ലേ ബ്രദറെ എന്ന് പറഞ്ഞു പോ. എന്റെ കുഞ്ഞെ, ഇതിന്റെ ജീവന്റെ അവസ്ഥയാണ്, ജീവന്റെ അവസ്ഥ. ഹല്ലേലൂയ. ഇതാ ശ്രദ്ധിച്ചേ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഈ നമ്മെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കാര്യമായി പറയണം കേട്ടോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. അവന്റെ തന്ത്രങ്ങളെ അറിയണം. അവന്റെ തന്ത്രമാണ് ഇതാ അതിന്റെ 11-ാം അധ്യായത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. സർപ്പമാവുകയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിശുദ്ധ പൗലോസ് പറയുകയാണ്. ഇനി എന്താണ് ആ ഭയം? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം ലഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇതൊന്നും മനസ്സിലാക്കാൻ സഭയിലുള്ളവർക്ക് പറ്റുന്നില്ല. അത് വേറൊരു സുവിശേഷം തന്നെയാണ്. പക്ഷെ വേറൊരു സുവിശേഷം ലക്ഷ്യം യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ലക്ഷ്യമല്ല. അവിടെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്, പരിശുദ്ധ ആത്മാവല്ല, പകരം അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പിശാചിന്റെ ഒരു ആത്മാവ് അവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇനി ബൈബിളിലെ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്. അപ്പോ ഇത് ഇന്ന് ലോകത്തിൽ പ്രസംഗിച്ച് കേൾക്കുന്നത് വിരളമാണ്, വിരളം. അതിന്റെ അർത്ഥം തന്നെ മറ്റൊരു യേശുവിന്റെ പിടിയിൽ സഭ കുടുങ്ങിപ്പോയി എന്നുള്ളതിന്റെ തെളിവാണ്. മനസ്സിലായോ? എന്നാൽ കർത്താവ് യേശുവിനെ അനുഗമിച്ച വിശുദ്ധ പൗലോസ് ശിഷ്യന്മാർ ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാനിത് പറയുമ്പോ ചിലർക്കൊക്കെ ദേഷ്യം കയറും. വേറെ ഒന്നുമല്ല, കേറണയുടെ കാര്യം വേറൊന്നുമല്ല. കർത്താവ് പറഞ്ഞു, അവർ ആടുകളുടെ വേഷമിട്ട ചെന്നായ്ക്കളാണ്. അവർക്ക് 2 കണ്ണ്, 2 ചെവി, 1 മൂക്ക്, 1 വായ്, ഇതാ 2 കാല്, എല്ലാ മനുഷ്യരെ പോലെ എല്ലാം പുറത്ത് ആടുകളുടെ വേഷമായിരിക്കും. പക്ഷെ അകമേ ആത്മാവിന്റെ സൈഡിൽ അവരാള് വേറെ. അതുകൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കൂട്ടരുണ്ട് ഇതിനെ ആർത്തിയോടെ ഏറ്റെടുക്കും. അത് വേറെ ആരുമല്ല, നഷ്ടപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടുകൾ. അവരാണ് ഇതിനെ ആർത്തിയോടെ ഏറ്റെടുത്ത് ഇതിന്റെ പുറകെ കടന്നു വരുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, എന്റെ ആട് എന്റെ സ്വരം കേൾക്കുന്നു, അവരെ തിരിച്ചറിയുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാട്ടെ. ഇന്ന് നമ്മള് കൂടുതലും ആദ്യകാലങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപദേശവും നിക്കോളിയർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ഒരു സംഭവമുണ്ട്. കർത്താവ് പറയുന്നത്, ഞാൻ അതിനെ വെറുക്കുന്നു. നിക്കോളൈറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവരുടെ പ്രവർത്തനത്തെ ഞാൻ വെറുക്കുന്നു. അപ്പൊ കർത്താവ് വെറുക്കുന്ന ഒരു സംഭവം, ആ സംഭവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതായത് അവര് വളരെ ശുശ്രൂഷകന്മാരാണ്, അവര് വചന ശുശ്രൂഷിക്കുന്നവരാണ്. പക്ഷെ അവരുടെ വചന ശുശ്രൂഷ ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ഇതുമായുള്ള ബന്ധത്തില് നമുക്ക് അത് വായിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരാം. അപ്പോ ഇന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവ ഇഷ്ടത്തെ തടയുന്ന വചന ശുശ്രൂഷയാണ്. പക്ഷെ ദൈവ ഇഷ്ടത്തിലേക്ക് പോകില്ല. ഈ ജനത്തിന് എവിടെ പോവാ? വചനം കേൾക്കാൻ പോവാ ബ്രദറെ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മതിയല്ലോ. ആ വചനം എങ്ങോട്ടേക്കാ കൊണ്ടോണേ എന്ന് അറിയത്തില്ല. അതായത് ഇന്ന് പലരും വചനത്തിൽ കയറുന്നത് എങ്ങനെയാണെന്നറിയാം. വചനം കേൾക്കുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ബസ്സിൽ കയറുന്ന പോലെയാണ്. ഒരു ബസ് കയറിക്കാം, കയറുക. അങ്ങനെ ആരെങ്കിലും കയറില്ല. ആദ്യം അത് എങ്ങോട്ടേക്കാ പോണേന്ന് നോക്കും. എന്നിട്ട് എനിക്ക് പോകേണ്ട സ്ഥലമാണെന്ന് ആദ്യം ഉറപ്പിക്കും. എന്നിട്ട് അതിന് കയറും. പിന്നെ അടുത്ത് ചെല്ലുമ്പോ അവിടെയുള്ള കണ്ടക്ടറോടോ അല്ലെങ്കിൽ കിളിയോടോ ചോദിക്കും, ഇത് ഇങ്ങോട്ടേക്ക് തന്നെ പോകണമല്ലേ? അന്ന് കയറിക്കടി കണ്ടോ? ശ്രദ്ധിച്ചേ. പക്ഷെ വചനം പറയുമ്പോ അങ്ങനെയല്ല. വചനം എന്ന് പറഞ്ഞാൽ മതി, എന്താ കയറാം. ഈ വചനം കുഞ്ഞൻ നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോണേ അത് ചെക്ക് ചെയ്യുന്നില്ല. സ്വർഗത്തിലെ യേശു വചനം പറഞ്ഞ് കൊണ്ടുപോകുന്നതൊക്കെയാണ് ഈ വചനം കൊണ്ടുപോണേ. നിക്കോളൈറ്റ്സ് എന്നവരും വചനം പറയുന്നവരാ. പക്ഷെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിൽ നിന്ന് യേശു കൊണ്ടുപോകുന്നിടത്തേക്കല്ല.
അവരെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിൽ നിന്ന് യേശു ആണെങ്കിൽ മുമ്പോട്ടേ കൊണ്ടുപോകും. പക്ഷെ ഇവരെ കൊണ്ടുപോകുന്നത് പുറകിലേക്ക് കൊണ്ടുപോകും, പുറകിലേക്ക്. പലസൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ലാക്കിലേക്ക് ഓടുക. ഇത് ലാക്കിലേക്ക് പോകുന്ന പകരം ലക്ഷ്യത്തിലേക്ക് പോകില്ല, പകരം പുറകിലേക്ക് പിടിക്കും, പുറകിലേക്ക് പിടിക്കും. അപ്പോ നമ്മൾ ശ്രദ്ധിച്ചോളാം, വചന ശുശ്രൂഷ കൊണ്ട് ദൈവ ഇഷ്ടത്തെ തടയരുത്. വചന ശുശ്രൂഷ കൊണ്ട് ദൈവ ഇഷ്ടത്തെ നടപ്പിലാക്കി എടുക്കുക ചെയ്യണം. അപ്പോ വചന ശുശ്രൂഷ കൊണ്ട് പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുക ചെയ്യണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലാകാം. പിശാചിന്റെ കോട്ടകളോടാണ് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് യുദ്ധം ചെയ്യുന്നത്. അപ്പോ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പിശാചിന്റെ കോട്ടകളെയാണ് കർത്താവ് ഇടിച്ചു കളയുന്നത്. അപ്പോ വചന ശുശ്രൂഷയ്ക്ക് ഓരോ വചനത്തിനും അതിന്റെ ലക്ഷ്യമുണ്ട്. ദൈവരാജ്യ വചനത്തിന് അതിന്റെ ലക്ഷ്യമുണ്ട്. അപ്പോ ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ദൈവദാസന്മാർ ശ്രദ്ധിച്ചോ, ഓരോ ദൈവരാജ്യ വചനം പറയുമ്പോഴും അതിന്റെ ലക്ഷ്യം പിതാവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കും, പിതാവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കും. എന്നാൽ ലോകത്തിൽ നിന്ന് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള യേശുവിന്റെ വചന ശുശ്രൂഷ പിതാവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കത്തില്ല. വളരെ എളുപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാം മറ്റൊരു യേശുവിനെയും സ്വർഗത്തിൽ വന്ന യേശുവിനെയും. വളരെ എളുപ്പമാണ്. നിങ്ങൾ ചോദിക്കുക, എന്തിനാ പിതാവിനെ വെളിപ്പെടുത്തുന്നേ? പിതാവിനെ വെളിപ്പെടുത്തുന്നേ നമ്മൾ അവസാനം ആരായിട്ടാ മാറണ്ടേ? മനുഷ്യപുത്രന്മാരായി നമ്മൾ ആരായിട്ടാ മാറണ്ടേ? നിങ്ങൾക്കറിയാം, യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. ഇനി സകല സൃഷ്ടികളെ എന്തിനു വേണ്ടിയാ കാത്തിരിക്കണേ? റോമ 8:17 മുതൽ താഴേക്ക് വാക്യം നമുക്കവിടെ കാണാൻ പറ്റും. 19 വാക്യത്തൊക്കെ കാണാം. സകല സൃഷ്ടികൾ, സർവ്വ സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. ശരിയല്ലേ? ഞാനീ പറയണ അങ്ങനെ അല്ലെങ്കിൽ എന്നെ തിരുത്തണം, നിങ്ങൾ എന്നെ അടിക്കണം. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. അങ്ങനെ മനുഷ്യപുത്രന്മാരായ നമുക്ക്, അതായത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യപുത്രനും ദൈവപുത്രനാകാൻ അധികാരം കൊടുത്തതാണ് പുതിയ നിയമത്തിൽ യേശുവിനെ നാം സ്വീകരിച്ചപ്പോൾ നമ്മൾ സംഭവിച്ചത്. ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഈ മനുഷ്യപുത്രന്മാർ എങ്ങനെ ദൈവപുത്രന്മാരാകുക? ദൈവദാസന്മാരെ ശ്രദ്ധയോടെ കേട്ടോ. മനുഷ്യപുത്രന്മാർ ഇനി എങ്ങനെയാ ദൈവപുത്രന്മാരാകുക? കാരണം ഈ മനുഷ്യപുത്രന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനം ജെറമ്യാ 4:22 മുതലുള്ള വാക്കുകൾ പറയുന്നു. ഈ മനുഷ്യപുത്രന്മാർ, ഈ ദൈവം പറയാണ്, ഞാനല്ല കേട്ടോ, എന്റെ ജനം ഭോഷൻ. ശ്രദ്ധിക്കുക, അവർക്ക് അപ്പനെ അറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ല, അവർ ബുദ്ധികെട്ട മക്കൾ, ദോഷം ചെയ്യാൻ സമർത്ഥം, അവർക്ക് ഒട്ടും ബോധമില്ല, നന്മ ചെയ്യാൻ അവർക്ക് അറിയത്തുമില്ല. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ദൈവം പറഞ്ഞതാ. അപ്പോ അപ്പനെ അറിയാത്ത കഴുതയ്ക്കും കാളയ്ക്കും തന്റെ യജമാനെ അറിയാം. ദൈവത്തിന്റെ മക്കൾക്ക് അപ്പനെ അറിയത്തില്ല. ഹലോ, അത് ശ്രദ്ധിച്ചേ, ഇവിടെയാണ് ഓപ്പറേഷൻ. ഈ അപ്പനെ അറിയാത്ത ഈ മക്കളെ മനുഷ്യ മക്കൾ മാത്രം ഒതുങ്ങി അവരെ ദൈവമക്കളാകാനുള്ള അധികാരവും അവസരവുമാണ് യേശുവിനെ കൈക്കൊണ്ടപ്പോൾ ലഭിച്ചത്. യോഹന്നാൻ 1:12. ഇത് ശ്രദ്ധിച്ചോ. ഇനി ഇവരെങ്ങനെ ദൈവത്തിന്റെ മക്കളാകും? ദൈവത്തിന്റെ മക്കളാ ഇവരെങ്ങനെ വെളിപ്പെടും? അധികാരമല്ലേ കിട്ടിയോളൂ, എങ്ങനെ വെളിപ്പെടും? ഒറ്റ കാര്യമുള്ളൂ ഇനി അടുത്തത്. ശ്രദ്ധിച്ചു കേട്ടോ, 2 ചെവിയും തുറന്ന് കേട്ടോ. ഇത് നടക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യ വചന ശുശ്രൂഷയിലൂടെ. എങ്ങനെ? യേശു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്റെ ശുശ്രൂഷയിലൂടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. പിതാവിനെ വെളിപ്പെടുത്തുന്നു. സ്വർഗത്തിൽ നിന്ന് യേശു തന്റെ ശുശ്രൂഷയിലൂടെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അത് നമ്മളോട് പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെയാ കാണുന്നേ. കാരണം ഞാൻ വെളിപ്പെടുത്തുന്ന വേറെ ആരെയല്ല, പിതാവിനെയാ വെളിപ്പെടുത്തുന്നേ. അതെങ്ങനെയാ? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുമ്പോ ഞാൻ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്.
എന്നിട്ട് പിതാവിനെ നോക്കി പറയുക, പിതാവേ, ലോകത്തിന് അങ്ങേ അറിയത്തില്ല, ഞാൻ ഈ ലോകത്തിന് അങ്ങയെ വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ നമുക്ക് വചനമാണ്, നമുക്ക് എടുത്ത് വേണമെങ്കിൽ വായിക്കാട്ടോ ഈ പുറകെ. ശ്രദ്ധിച്ചേ, അപ്പോ ഞാനിതാ പിതാവിനെയാണ് വെളിപ്പെടുത്തുന്നത്. തന്റെ ശുശ്രൂഷയിലൂടെ സ്വർഗത്തിൽ നിന്ന് യേശു പിതാവിനെ വെളിപ്പെടുത്തുന്നു. എന്തിനാ പിതാവിനെ വെളിപ്പെടുത്തുന്നത്? ആർക്കാണ് ഈ പിതാവിനെ വെളിപ്പെടുത്തുന്നത്? ഈ മക്കൾക്ക് ആരെ അറിയത്തില്ല? പിതാവിനെ അറിയത്തില്ല. ദൈവവചനം പറയാണ് അവർക്ക് അപ്പനെ അറിയത്തില്ല. ജെറമ്യാ 4:22. സുബോധമില്ലാത്ത മക്കൾ, ബോഷരായ മക്കൾ, അപ്പനെ അറിയാത്ത മക്കൾ. ഈ മക്കൾക്ക് യേശുവിനെ സ്വീകരിച്ചപ്പോൾ എന്തിനുള്ള അധികാരം കിട്ടി? ദൈവമക്കളാകാനുള്ള അധികാരം കിട്ടി. ആർക്ക്? മനുഷ്യ മക്കൾക്ക്. ഇനി പക്ഷെ ഇവർ ആരാണ്? ഇപ്പോഴും പോഷന്മാരാണ്. ഇവർക്ക് ഇനി എങ്ങനെ ഈ ദൈവമക്കളായിട്ട് വെളിപ്പെടാൻ പറ്റും? ഒറ്റ കാര്യമുള്ളൂ, ശ്രദ്ധിച്ചേക്കുക. ഇപ്പൊ നിങ്ങളാണ് ചിന്തിച്ചോളൂ, നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുക. അപ്പോ നിങ്ങൾ ഇവിടെ നിങ്ങൾക്കറിയാം ഒരു അനാഥ പയ്യനെ, അവനൊന്നും അറിയത്തില്ല, അവന്റെ അപ്പൻ ആരെന്നും അറിയത്തില്ല, അമ്മ ആരെന്നും അറിയത്തില്ല. ഇങ്ങനെ ഇവിടെ നിൽക്കുക. പക്ഷെ നിങ്ങൾക്കറിയാം ആ കുഞ്ഞിന്റെ അപ്പൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോ ഒരു ദിവസം നിങ്ങൾ ആ കുഞ്ഞിനെ കണ്ടപ്പോ നിങ്ങൾക്കറിയാം ആ കുഞ്ഞിന്റെ അപ്പൻ ആരാണ്. നിങ്ങള് ആ അപ്പന്റെ നേരെ വിരൽ ചൂണ്ടിട്ട് ഈ മോനോട് പറയാ, ശ്രദ്ധിച്ചോട്ടോ, മോനെ, ഈ കാണുന്ന ആളെ കണ്ടോ നീയെ? അപ്പൊ ചോദിക്കുക, ഏതാള്? കണ്ടില്ലല്ലോ. ശ്രദ്ധിച്ചു നോക്കിയേ, അയാളെ കണ്ടോ? ആ കണ്ടു. അയാളാണ് നിന്റെ അപ്പൻ. അയാളാണ് നിന്റെ അപ്പൻ. അപ്പൊ നിങ്ങൾ ആരെ വെളിപ്പെടുത്തി കൊടുത്ത? ആ പയ്യന് അവന്റെ അപ്പനെ വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ വേറൊന്നും ചെയ്തില്ല, അപ്പനെ വെളിപ്പെടുത്തി കൊടുത്തോളൂ. പക്ഷെ അവന്റെ ഉള്ളിൽ എന്നെ വെളിപ്പെട്ടെ? അപ്പനെ വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ ആ അനാഥ പയ്യനെ അപ്പനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോ അവന്റെ ഉള്ളിൽ വെളിപ്പെട്ടത് എന്താ? അവന്റെ പുത്രത്വമാ, സൺഷിപ്പാണ് വെളിപ്പെട്ടത്. അവന്റെ സൺഷിപ്പാ വെളിപ്പെട്ടത്. അപ്പനെ നിങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തോളൂ. പക്ഷെ അവന്റെ ഉള്ളിൽ വെളിപ്പെട്ടത് ആ സൺഷിപ്പാ വെളിപ്പെട്ടെ. ഞാനിപ്പോ ആ അപ്പന്റെ മകന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പന് യേശു ക്രിസ്തു വന്ന തന്നെ ശുശ്രൂഷയിലൂടെ പിതാവിനെ വെളിപ്പെടുത്തി. എന്തിനാണെന്നറിയാമോ? ഈ മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി വെളിപ്പെടുത്താൻ, അതിനുവേണ്ടി എന്ത് ചെയ്യണം? നീ ദൈവത്തിന്റെ മകനെ, ദൈവത്തിന്റെ മകനെ, ദൈവത്തിന്റെ മകനെ 100 പ്രാവശ്യം പറയല്ല പറഞ്ഞത്. പകരം ഇവന്റെ അപ്പനെ അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു. ഇവന്റെ അപ്പനുമായി ഇവനെ അങ്ങ് കൂട്ടിച്ചേർക്കാനുള്ള ക്രമീകരണം കാൽവരിയിൽ ചെയ്തു. തന്റെ ശുശ്രൂഷയിലൂടെ ചെയ്തു കഴിഞ്ഞപ്പോ ഇതാ തന്റെ ഓരോ വാക്കിനും അപ്പനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോ ഈ കുഞ്ഞിന്റെ ഉള്ളിൽ വന്നത് എന്നാന്നറിയാമോ? തന്റെ ആ പിതൃത്വം. തന്റെ അപ്പൻ കാണുന്നു. അപ്പനെ കണ്ടപ്പോൾ കുഞ്ഞു പോലും അറിയാതെ അപ്പ എന്ന് വിളിച്ചപ്പോ കുഞ്ഞിന്റെ ഉള്ളിൽ എന്നെ വെളിപ്പെട്ടെ. പുത്രത്വം. ഇത് നമ്മുടെ ഉള്ളിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടുണ്ടോ? വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ബൈബിളിലെ യേശുവിനെ കേട്ടിട്ടില്ല. പിതാവിനെ വെളിപ്പെടുന്ന യേശുവിനെ കേട്ടിട്ടില്ല. പിന്നെ കേട്ടതോ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തെടുത്ത മനുഷ്യഷ്ടത്തിന് ക്രാഫ്റ്റ് ചെയ്തെടുത്ത മറ്റൊരു യേശുവിനെ കേട്ടത്. ഏത് യേശു പിതാവിനെ വെളിപ്പെടുത്തുന്നില്ലയോ അത് ഈ ബൈബിളിലെ സ്വർഗത്തിൽ വന്ന യേശു അല്ല. മനസ്സിലാക്കാം. ഇതൊക്കെ വിളിച്ചു പറയുമ്പോഴാ മറ്റൊരു യേശുവിന് പിശാചിന് ഇളകുന്നത്. ഷാജിബാർ യേശുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല പോലും. യേശുവിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാ സ്വർഗത്തിൽ നിന്ന് യേശുവിന് ഇത്ര ഇഷ്ടത്തിൽ പറഞ്ഞു തരുന്നേ. ശരി, അവര് പറഞ്ഞത് ശരിയാ. ലോകത്തിലെ യേശുവിന് ഞാൻ പ്രാധാന്യമേ കൊടുക്കുന്നില്ല, 0 പ്രാധാന്യം. അതിനെ തള്ളി മാറ്റി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷെ ഇത് തോന്നുമായിരിക്കും. പക്ഷെ അറിവില്ലായ്മയുടെ തലത്തിലാണ് തോന്നിയെങ്കിൽ അവർക്ക് നന്നാകാനുള്ള ഒരു അവസരമുണ്ട്. സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പിതാവിനെയാണ് വെളിപ്പെടുത്തുന്നത്. പിതാവിനെ വെളിപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മനുഷ്യ മകന് ദൈവപുത്രനാകുവാനുള്ള സാക്ഷിപ്പ് അതിലൂടെയാണ് വളരുന്നത്. ശ്രദ്ധിച്ചേ, അങ്ങനെ നിങ്ങൾ ആ കാര്യം ആ മോനോട് പറഞ്ഞു. ഇപ്പൊ ജോസഫ് പാസ്റ്റർ ആകട്ടെ, നോബർട്ട് പാസ്റ്റർ ആകട്ടെ, സിബി പാസ്റ്റർ ആകട്ടെ, സന്തോഷ് പാസ്റ്റർ ആകട്ടെ, നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞത് ഇവരൊന്ന് കേൾക്കാൻ വേണ്ടിയാ ഈ ദേവദാസന്മാർ ഇവിടെ വന്നത്.
അങ്ങനെ മറ്റുള്ള ഓരോ ദൈവദാസന്മാരും ചിഞ്ചു അദ്ദേഹം ദൈവദാസന നിങ്ങളൊക്കെ മനസ്സിലാക്കിയാട്ടെ. ഇത് ഓരോരുത്തരും നിൽക്കുമ്പോ നിങ്ങൾ അവിടെ നിന്നിട്ട് നിങ്ങൾ ആ കൊച്ചിനോട് പറ, അനാഥ കൊച്ചിനോട് പറ, ആ കാണുന്ന കണ്ടോ എത്ര ദൂരമുണ്ട്, 500 മീറ്റർ അകലെ നിൽക്കുന്ന ആളെ കണ്ടോ, അയാളാണ് നിന്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ഇനി ആ കൊച്ചിനോട് ഈ അപ്പന്റെ അടുക്കലേക്ക് പോകാനായിട്ട് ആരും പറയണ്ട. ആ കൊച്ചിന്റെ ഉള്ളിൽ അകത്തളത്തിൽ ഡേവിഡ് പാസ്റ്ററെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അദ്ദേഹം ഏജിയുടെ പാസ്റ്ററാ, ശ്രദ്ധിച്ചേട്ടെ. ആ അകത്തളത്തിൽ ഉടനെ തന്നെ അവനൊരു ചിന്ത വരും. മക്കളെ, സിവി പാസ്റ്ററുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുക. നിങ്ങളുടെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിൽക്കുന്ന നിങ്ങൾ എന്നാ ചെയ്യും? അപ്പന്റെ അടുക്കലേക്ക് ആരും പറയാതെ അപ്പന്റെ അടുക്കലേക്ക് യാത്ര തുടങ്ങി കഴിയും. ഇതാണ് അപ്പനെ വെളിപ്പെടുത്തിയാനുള്ള ഗുണം. ആരും പറയണ്ട, നിങ്ങളോട് ആരും പറയണ്ട. അതാണ് എന്റെ അപ്പനെങ്കിൽ അപ്പന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. ഹല്ലേലൂയ. ചില സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും പലപ്പോഴും. ഹല്ലേലൂയ. ഞാൻ എന്റെ മക്കളെ കണ്ടിട്ടുണ്ട്. ഒരു വലിയ പ്രയാസം വരുമ്പോ അവരെ അമ്മയല്ല ചൂസ് ചെയ്യുന്നത്, കൂടുതൽ അപ്പനെയാ ചൂസ് ചെയ്യുന്നത്. ചെറിയ വിഷയങ്ങളുടെ കാര്യങ്ങളിൽ അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. പക്ഷെ വലിയ വിഷയം വരുമ്പോ അപ്പന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കാണുന്ന ഒരു ക്രമീകരണം എന്ന് പറയുന്നത് രണ്ടുപേര് രണ്ട് സ്ഥലത്താണ്. മോൻ ഇവിടെ, അപ്പൻ ഇവിടെ, ഇടയിൽ നിങ്ങൾ. ഇടയിൽ നിന്ന ആളാണ് യേശു. യേശുവാണ് വചനം. ഇതാണ് യേശു പറഞ്ഞത്. എന്നെ കാണുന്നവൻ എന്ത് പറ്റുന്നറിയാമോ? പിതാവിനെ കാണുന്നു. കാരണം ഞാനാണ് ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നിന്നെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. പിതാവിനെ ഞാനാണ് വെളിപ്പെടുത്തി തരുന്നത്. ഞാനാണ് നിന്നെ പിതാവിനെ വെളിപ്പെടുത്തുന്നത്. എന്തിനാണ്? നിന്നെ ആ പിതാവിനോട് ചേർക്കാനാണ് വെളിപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ ക്രിസ്തു യേശു. എന്തിനായി മധ്യസ്ഥൻ? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മളെല്ലാവരും ദൈവത്തോട് തെറ്റിപ്പോയി. എന്നാൽ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഈ മനുഷ്യരെ ദൈവത്തോട് നിരപ്പിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ക്രമീകരണം കഴിഞ്ഞു. പക്ഷെ മനുഷ്യർ ദൈവത്തോട് നിരന്നിട്ടില്ല. ശ്രദ്ധിച്ചേ, ദൈവം മനുഷ്യരോട് നേർന്നു, മനുഷ്യൻ ദൈവത്തോട് നേർന്നിട്ടില്ല. ഇപ്പോഴും മനുഷ്യൻ തിരിഞ്ഞെടുക്കുകയാണ്, ലോകത്തിലേക്ക് നോക്കി, അവന്റെ ഇഷ്ടത്തിലേക്ക് നോക്കി, ദൈവരാജ്യത്തിലേക്ക് കയറുന്നില്ല. ദൈവരാജ്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല, അതിലേക്ക് കയറുന്നില്ല. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ഇത് പറയുമ്പോ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ധൂർത്തപുത്രന്റെ കഥ ദൈവം ഇതിനു വേണ്ടി അവതരിപ്പിച്ചു. ധൂർത്തപുത്രൻ ലോകത്തിലേക്ക് പോയി അവിടെ തിന്മയായിട്ട് ജീവിക്കുക. പക്ഷെ ഒരു ദിവസം അവന് സുബോധം വന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന് സുബോധം വന്നപ്പോൾ ഓടനെ അവൻ ചിന്തിച്ചത് ആരെ കുറിച്ചാണെന്നറിയാമോ? അവന് സുബോധം വന്നതും അവന്റെ ചിന്തയും തമ്മിൽ ബന്ധമുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതുവരെ ചിന്തിക്കാത്തൊരു ചിന്ത അവന്റെ ഉള്ളിൽ വന്നു. എന്റെ അപ്പന്റെ ഭവനത്തിൽ, എന്റെ അപ്പന്റെ ഭവനത്തിൽ. അപ്പൊ അവൻ ആരെ കുറിച്ച് ഓർമ്മ വന്നപ്പോഴാ സുബോധം ഉണ്ടായേ? അവന്റെ അപ്പനെ കുറിച്ച് ഓർമ്മ വന്നപ്പോഴാ സുബോധം ഉണ്ടായേ. കർത്തനാസൻ ക്രിസ്റ്റി ദാനിയലിന് മനസ്സിലാവുന്നുണ്ടോ? അപ്പനെ കുറിച്ച് ഓർമ്മയുള്ളപ്പോഴാണ് ഇത് മനസ്സിലായത്, അവന് സുബോധം വന്നത്. അപ്പനെ കുറിച്ച് മനസ്സിലാക്കുക. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യം അവരെഴുതിയിരിക്കുകയാണ്, അപ്പോൾ സുബോധം വന്നിട്ട്. അപ്പോ സുബോധം വരാൻ എന്തൊരു കാര്യം ഉണ്ടായല്ലോ, ഉടനെ എഴുതിയിരിക്കുകയാണ്, എന്റെ അപ്പന്റെ. അപ്പൊ സുബോധം വന്ന എപ്പോഴാ? എന്റെ അപ്പൻ, അപ്പനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോ മോന് സുബോധം വന്നു. അപ്പനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോ മോന് സുബോധം വന്നു. അപ്പൊ ഇതുവരെ ഏതായിരുന്നു ചിന്ത? ഇതുവരെ ലോകമായിരുന്നു ചിന്ത, ഇതുവരെ ലോകമായിരുന്നു ചിന്ത. അപ്പനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ സുബോധം വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോട്ടോ, അപ്പന്റെ നിൽക്കണു, മോനോട് നിൽക്കുന്നു. ഉടനെ അപ്പനെ കണ്ട ഉടനെ മോൻ എന്ത് ചെയ്തു? മോനോട് പന്നി മുതലാളി പറഞ്ഞു, എടാ വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ, ഇനി ഇവിടെ നിൽക്കല്ലേ, അങ്ങനെ വല്ലതും പറഞ്ഞോ? പന്നി മുതലാളി ഒന്നും പറഞ്ഞില്ല. പന്നി മുതലാളി ശമ്പളം പോലും കൊടുക്കുന്നില്ല. അവൻ പന്നി മുതലാളിയൊക്കെ വിട്ടിട്ട് അവൻ നടക്കാൻ തുടങ്ങി. എങ്ങോട്ടാ പോക്ക്? ഇതെന്താ ഇവൻ ആരും പറയാതെ നടക്കണേ?
ഇത് എങ്ങോട്ടൊക്കെ നടക്കണേ? ഇന്ന് സഭയിലൊക്കെ ആരുടെങ്കിലും ഒരു ഹല്ലേലൂയ പറയാൻ, ഹല്ലേലൂയ പറ മോനെ, ഹല്ലേലൂയ, നിർത്തല്ലേടാ, പറയാന്നേ, ഉറക്കം പറ, ഹല്ലേലൂയ, ഇത്ര ഉള്ളോ? ഇങ്ങനെയാണോ ദൈവത്തെ സ്തുതിക്കണേ? ഉറക്കം പറ, ഹല്ലേലൂയ. ആരും പറയണ്ട ഇവനോട് ആരും പറയണ്ട. ആരും പറയാതെ രണ്ട് കാല് ചലിക്കാൻ തുടങ്ങി. എങ്ങോട്ടാ പോണേ ഈ കാല് മുഴുവൻ? അപ്പന്റെ അടുക്കലേക്ക്. അവന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടു. ഐഡന്റിറ്റി, അവനെ അപ്പനെ കണ്ട, ഹൃദയം കൊണ്ട് അപ്പനെ കണ്ടപ്പോ അവൻ ഉടനെ യാത്ര ആരംഭിച്ചു. ഇവൻ ഇവിടുന്ന് യാത്ര ആരംഭിച്ചെങ്കിൽ ഇവൻ ഇവിടെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോ അപ്പൻ അവിടെ 10 സ്റ്റെപ്പ് എടുക്കും. ഇതാ അങ്ങനെ അപ്പനും മോനും ഇതാ നടന്ന് വന്നപ്പോ ഇവരങ്ങ് കൂട്ടിച്ചേർന്നതോടെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ പൂർത്തിയായി. കർത്താവിന്റെ വചനം പറയാ, ക്രിസ്തു യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ, എഫെസ്യർ 1:9-10 ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. അങ്ങനെ ദൈവവും മനുഷ്യരും തമ്മിൽ ഒന്നായി ചേർക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്തു ഈ പിതാവിനെ വെളിപ്പെടുത്തുമ്പോ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇതാ പിശാചിനെ വിട്ട്, പിശാചിന്റെ ലോകം വിട്ട് അവൻ പിതാവിന്റെ ആ ഭവനമായ ദൈവരാജ്യത്തിലേക്ക് യാത്രയാണ്. പക്ഷെ കള്ള ക്രിസ്തു ആണ് എങ്കിൽ, മറ്റൊരു ക്രിസ്തു ആണ് എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. വചന ശുശ്രൂഷ നടക്കും, പക്ഷെ ഒരെണ്ണം പിതാവിലേക്ക് യാത്ര പോകില്ല. എല്ലാം അവിടെ നിന്ന് പ്രൈസ് ദി ലോർഡ് ബ്രദർ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം എന്ന് പറഞ്ഞ അവിടെ നിൽക്കുമെന്നല്ലാതെ ഒരെണ്ണം പിതാവിലേക്ക് പോകില്ല. പുത്രത്വം വെളിപ്പെടത്തില്ല. എല്ലാം അവിടെ തന്നെ കിടക്കും. ഇതാ കർത്താവ് പറഞ്ഞു, ഞാനിത് വെറുക്കുന്നു. നമുക്കിനി ആ ഭാഗത്തേക്ക് തിരിയാം. ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിത്രത്തിലൂടെ ഇത് കാണുമ്പോൾ കുറെ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇതേപോലത്തെ ധാരാളം ശുശ്രൂഷകളുണ്ട്. അന്നത്തെ കാലത്തെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ അതിന്റെ വകഭേദങ്ങളാണ്. ഇതാ ഇവിടെ എഫേസ്യരിലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഫേസ്യരിലെ സഭയുടെ ദൂതൻ എഴുതുക. ഇനി അവരെ കുറിച്ച് ധാരാളം നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് അവര് ചെയ്ത ഒരു കാര്യം, ഇതാ ഈ അതായത് നിക്കോളൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. മലയാളത്തില് നിക്കോല്യവർ. എങ്കിലും നിക്കോല്യവരുടെ നടപ്പ് നീ, അതിന്റെ 6-ാം വാക്യം, നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. അപ്പൊ കർത്താവ് പറയാണ്, ഒരു കൂട്ടര്, ആ കൂട്ടരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. ആരോ ഒരാൾ സംശയം ചോദിച്ച ഒരു ചോദ്യമാണ്. പാലക്കാട് നിന്ന് സിസ്റ്റർ റെജീനയാണ്. എന്താണ് ഈ നിക്കോല്യവരുടെ നടപ്പ്? ഇതാ ശ്രദ്ധിച്ചേ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല, പക്ഷെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പോകും. അത് നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, ഇത് ഞാനും പകയ്ക്കുന്നു. യേശു വെറുക്കുന്നു എന്ന് പറയുന്നു, ഐ ഹേറ്റ് ദാറ്റ്. ഇനി അപ്പൊ തന്നെ പെർഗമോസ് സഭയോട് പറയുന്ന ഒരു കാര്യം 12-ാം വാക്യത്തിൽ പെർഗമോസ് സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് പെർഗമോസ് സഭയോട് പറയുമ്പോ അതിന്റെ 15-ാം വാക്യം, ആവണ്ണം തന്നെ നിക്കോല്യവരുടെ ഉപദേശം കൈക്കൊള്ളുന്നത് നിനക്കുണ്ട്. നിക്കോല്യവർക്ക് അപ്പൊ എന്നാ ഉണ്ട്? ഒരു ഡോക്ടറിനുണ്ട്, ഒരു ഉപദേശമുണ്ട്. അവരെവിടെയുണ്ട്? സഭയുടെ ഉള്ളിലുണ്ട്. ആ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. അപ്പോ ആ ഉപദേശം കൈക്കൊള്ളുന്നവർ സഭയുടെ ഉള്ളില. എന്നിട്ട് കർത്താവ് പറയാണ്, അത് ഞാൻ വെറുക്കുന്നു. ഈ ഇതില് ശ്രദ്ധിച്ചേ, ഇതിലെനിക്ക് 3 സ്ഥലത്തു നിന്നാണ് എനിക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലായത്. ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് മനസ്സിലായത്, കാരണം പിന്നെ ഒന്ന് ബൈബിളിൽ നിന്ന് മനസ്സിലായത്, പിന്നെ ഇതാ സീനിയർ ദൈവദാസന്മാരിൽ നിന്ന് മനസ്സിലായത്. അപ്പോ ബൈബിളിൽ നിന്ന് മനസ്സിലായതാണ് ഈ പറഞ്ഞ 2 കാര്യം. കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഉപദേശമാണ്, ഇത് ഒരു കൂട്ടരാണ്. ഇനി ദൈവത്തിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, ഈ ഉപദേശത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എല്ലാ ദുരുപദേശത്തെയും പോലെ തന്നെയാണിത്. ഈ ഉപദേശം എന്ന് പറയുന്നത് ഡോക്ടറിന് വചന ശുശ്രൂഷ ഉണ്ട്, പക്ഷെ ഈ വചന ശുശ്രൂഷ ഒന്നും ലക്ഷ്യത്തിലേക്ക് വിടത്തില്ല. ലക്ഷ്യത്തിലേക്ക് വിടാത്ത വചന ശുശ്രൂഷയാണ് ഇതിലൂടെ കാണുന്നത്. എന്താണ് ലക്ഷ്യം? ഈ മക്കൾ ദൈവപുത്രന്മാരായി, മനുഷ്യ മക്കൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം.
യെശയ്യാ 53-10 കാണുന്ന ആ സംഭവം, അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം, ദൈവപുത്രനെ കാണണം. ആ ഒരു ലക്ഷ്യം നടക്കത്തില്ല. വചന ശുശ്രൂഷ നടക്കും, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇത് പോകത്തില്ല. അപ്പോ ജനത്തിന് വചന ശുശ്രൂഷ നടന്നാൽ മതിയല്ലോ, ഞായറാഴ്ച വചനം കേട്ടാൽ മതിയല്ലോ, അത് നടക്കും. പക്ഷെ ലക്ഷ്യത്തിലേക്ക് ഈ സംഭവം പോകത്തില്ല, പുറകിലേക്ക് പിടിക്കും, പുറകിലേക്ക്. ഹല്ലേലൂയ. കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞേ? വാഴയുടെ കട നോക്കി തിരിച്ചറിയാനല്ല പറഞ്ഞേ, വാഴയുടെ ഫലം നോക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏതാ വാഴ. ഫലം നോക്കി വൃക്ഷത്തിൽ തിരിച്ചറിയാം. നമ്മള് കർത്താവാണെങ്കിൽ വിത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, നമുക്ക് പറ്റില്ല. നമുക്ക് ഫലം നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റും. എന്താണ് ഫലം? ഒരു വൃക്ഷത്തിന്റെ അവസാനം ഉണ്ടാകുന്നതാണ് ഫലം. ഒരു വാഴ വെച്ചാൽ അതിന്റെ അവസാനം ഉണ്ടാകുന്നതാണ് ഫലം. അപ്പോ ആ അവസാനത്തിലേക്ക് ജയിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രൻ, അതിലേക്ക് വരില്ല. ആ ഒരു ഭാഗത്തേക്ക് പുത്രത്വം വെളിപ്പെടുത്തില്ല, പ്രസംഗം നടക്കും. ഇതാണ് എനിക്ക് കർത്താവിൽ നിന്ന് വെളിപ്പെട്ടത്. ബൈബിളിൽ നിന്ന് വെളിപ്പെട്ടത് ആ 2 വാക്യം. ഇനി സീനിയർ ദൈവദാസന്മാരിൽ നിന്ന് വെളിപ്പെട്ട ഞാൻ കാര്യം പറയാം. ഇതാ ഈ നിക്കോളിയോർ എന്ന് പറയുന്ന കൂട്ടം എന്ന് പറയുന്നത് ആദിയിൽ സഭയിൽ വിഷയം ഉണ്ടായപ്പോ 7 പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. 7 പേര്. 7 പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തതില് ഒരുവന്റെ പേരായിരുന്നു നിക്കോളോസ്. ഒരുവന്റെ പേരാണ് നിക്കോളോസ്. ആ നിക്കോളോസ് എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തിയിൽ അവിടെ നടക്കുന്നത് ഏകദേശം AD 33 നടന്ന കാര്യമാണ്. പക്ഷേ അതായത് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ ഇത് തുടർന്ന് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നത് ഏകദേശം AD 60 ശേഷം. അപ്പൊ AD 33 നടന്ന ആ സംഭവത്തെ AD 60 എഴുതുമ്പോ ഇതാ ആ വ്യക്തി ഇങ്ങനെ എഴുതി. ആ 7 പേരുടെ പേര് എഴുതിയിട്ട് അവസാനം നിക്കോളോസിനെ കുറിച്ച് എഴുതിയപ്പോ പറഞ്ഞു, യഹൂദ മതത്തെ അനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ യഹൂദ മത അനുസാരിയായ നിക്കോളോസ്. അപ്പോ യഹൂദന്മാരുടെ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നിട്ടും ഈ പുള്ളിക്കാരൻ വീണ്ടും യഹൂദ മതത്തിലേക്ക് തിരിച്ചുപോയ ആ ഒരു തല. ക്രിസ്തു ഉണ്ടോ? ഉണ്ട്. പക്ഷെ അനുസരിക്കുന്നതൊക്കെയോ യഹൂദ മതത്തെ അനുസരിച്ച്, അതായത് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും വിട്ടുകളയരുത് എന്ന ഒരു തർക്കം അവരുടെ ഇടയിൽ നിന്നിരുന്നു. അതിന് ആ തർക്കത്തിന്റെ പരിഹാരത്തിനൊക്കെ ആയിട്ടാണ് പൗലോസ് അപ്പോസ്തലന്മാരെ കാണാൻ പോയത്. അപ്പോ അവിടെ ഒരു കൂട്ടം ജനമുണ്ട്, അവര് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നോ പ്രോബ്ലം. എന്നാൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് വേണം ജീവിക്കാൻ. ഇതേ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഈ നിക്കോളോസ് എന്നാണ് വേദപണ്ഡിതന്മാർ, അതായത് സീനിയർ ദേവദാസന്മാർ എനിക്ക് മനസ്സിലായി. ഇതാ അങ്ങനെ ഈ നിക്കോളോസിന് കുറെ ശിഷ്യന്മാരുണ്ടായി. ആ ശിഷ്യന്മാരാണ് ഈ നിക്കോളിയോർ അല്ലെങ്കിൽ നിക്കോളി ഉപദേശം കൊണ്ടുപോയത്. നമ്മൾ കേൾക്കാറില്ലേ, കല്ലുമല കുഞ്ഞച്ചനോ, പിന്നെ അങ്ങനെയുള്ള കുറെ ആളുകളുടെ പേരെ കേൾക്കാമല്ലോ. അപ്പൊ ആ ഉപദേശം, ഈ ഉപദേശം, വേറൊരു ഉപദേശം, ഇങ്ങനെ പോകുന്നത് പോലെ അന്ന് നിക്കോളോസ് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശവുമായിട്ടാണ് ഈ പോയേക്കുന്നത്, അദ്ദേഹത്തിന്റെ ഉപദേശം. അപ്പോ ആ ഉപദേശം യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പിക്കും. തുടർന്ന് ഭരണം മുഴുവൻ മോശയുടെ ന്യായപ്രമാണം. ന്യായപ്രമാണം ഒരുത്തനെയും മുന്നോട്ടേക്ക് വിടത്തില്ല, ന്യായപ്രമാണം എല്ലാവരെയും പിന്നോട്ട് പിടിക്കും. ഒരുത്തന്റെ ഉള്ളിൽ പുത്രത്വം വെളിപ്പാകത്തില്ല, എല്ലാത്തിന്റെയും ഉള്ളിൽ ആ അടിമ മനോഭാവത്തിന് കിടക്കും, പുത്രത്വം വെളിപ്പാകത്തില്ല. അപ്പോ ഈ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ശ്രദ്ധിച്ചേ, ആ നിക്കോളിയോന്റെ കൂട്ടത്തെ കുറിച്ച് പറയുമ്പോ അപ്പോസ്തല പ്രവൃത്തിയിൽ ആദിമകാലത്ത് അപ്പോസ്തലന്മാരെ ഈ ആളുകളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ വരണമെന്ന് പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ജനത്തിന്റെ ജഡീയമായ കാര്യം, സദ്യ വിളമ്പാനും ഒക്കെ അപ്പോസ്തലന്മാർ വരണം എന്നുള്ള സംഭവം വന്നു. ഭക്ഷണം വിളമ്പാനൊക്കെ വന്നപ്പോ അവര് പോയി പറഞ്ഞൊരു കാര്യം ഇത് ഞങ്ങൾ അതിലേക്കൊന്നും വരുന്നില്ല, പകരം നിങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് ജ്ഞാനവും ആത്മാവും ഉള്ള 7 പേരെ തെരഞ്ഞെടുക്കും. അതിൽ ഒരാളായിരുന്നു ഈ നിക്കോളോസ്. പിന്നെ എന്തിരിക്കുകയാണ് ആ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി. 6:5 അപ്പോസ്തലരുടെ 6:5 ആ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രഹാരോസ്, നിക്കനോർ, തീമോൻ, പെർമനോസ്, യഹൂദ മത അനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ എഴുത്തുകാരന്റെ ഉള്ളിൽ സംഭവം വന്നു കഴിഞ്ഞു. ഇതിൽ ഒരുത്തൻ മാത്രം എങ്ങോട്ടേക്ക് പോയി? യേശു രക്ഷിതാവായി സ്വീകരിച്ച യഹൂദ മത അനുസരിക്കാൻ പോയി. ശ്രദ്ധിക്കുക, യഹൂദ മത അനുസാരിയായ നിക്കോളോസ്. ഇനി ഇവിടെ ശ്രദ്ധയോടെ നമുക്ക് മനസ്സിലാക്കുമ്പോ
അടുത്ത് നമ്മൾ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഓ ഫാദർ വിത്തരി, അന്ന് യഹൂദ മതം അനുസരിക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 15-5 വാക്യം. ഈ വിഷയത്തെ കുറിച്ച്, ഈ ഡോക്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോ അവർ എഴുതിയിരിക്കുകയാണ്, പരീക്ഷ പക്ഷത്തില് ഒരു കൂട്ടർ ഈ അഭിപ്രായമുള്ളവരായിരുന്നു. എന്നാൽ പരീക്ഷ 15-5, എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേൽക്കുന്നു. ആരാണവരെ? വിശ്വാസികളാണ്. മനസ്സിലാക്കുക, വിശ്വാസികളാണ്. പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ. ഹല്ലേലൂയ. അതായത് യേശുവിനെ കൈക്കൊണ്ടവരാണ്, അവന്റെ നാം വിശ്വസിക്കാൻ ദൈവമക്കൾക്ക് അധികാരം കൊടുത്തു, അവരാണ് വിശ്വസിച്ചവർ. ചിലർ എഴുന്നേറ്റു, അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പോ അവര് പറയുന്ന കാര്യം, അവര് വിശ്വാസികളാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. പക്ഷെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പരിച്ഛേദന കഴിപ്പിക്കുക, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് പ്രവർത്തിക്കാൻ കൽപ്പിക്കുക. ഈ ഒരു ഉപദേശം യേശു രക്ഷകനായി സ്വീകരിക്കുന്നു, എന്നിട്ട് മോശയുടെ ന്യായപ്രമാണം സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ നന്നായിട്ട് മനസ്സിലായില്ല. എന്ത് സംഭവിക്കുന്നു? മോശയുടെ ന്യായപ്രമാണം എന്ന് വരെ കൊടുത്തതാണ്, യേശുക്രിസ്തു വരുന്നത് വരെ കൊടുത്തതേ ഉള്ളൂ. എന്നാൽ അന്നു മുതൽ സംഭവം മാറി, ദൈവരാജ്യത്തിന്റെ കാലമാണ്. മോശയുടെ ന്യായപ്രമാണം പുറകിലുള്ളവർക്ക് വേണ്ടിയാണ്, ആത്മാവിൽ മരിച്ചവർക്ക് വേണ്ടിയാണ്. ആത്മാവിൽ വീണ്ടും ജനിച്ചവർക്ക് ദൈവരാജ്യമാണ് വേണ്ടത്, അവർക്ക് പുത്രത്വം വെളിപ്പെടണം. പക്ഷെ മുൻപോട്ടേക്ക് കൊണ്ടുപോകത്തില്ല, പുറയിലേക്ക് പിടിക്കും. വീണ്ടും ജനിപ്പിക്കും, എന്നിട്ട് പുറയിലേക്ക് പിടിക്കും. ന്യായപ്രമാണം കൊണ്ട് പുറയിലേക്ക് പിടിക്കും. ദൈവത്തിന്റെ വചനം പറയുന്ന ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം, അതായത് യേശു വരുന്നതുവരെ മതി. അത് മനുഷ്യന്റെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ അത് കഴിഞ്ഞാലോ പിന്നെ ന്യായപ്രമാണം വേണ്ട. പിന്നെ ഇവൻ ദൈവരാജ്യത്തിന്റെ കീഴിലെ ആത്മാവിന്റെ പ്രമാണമായി ആള് മാറി. പിന്നെ ഓരോ വചന ശുശ്രൂഷയിലൂടെയും കർത്താവ് യേശു ആരെ വെളിപ്പെടുത്തും? പിതാവിനെ വെളിപ്പെടുത്തും. പിതാവിനെ വെളിപ്പെടുമ്പോൾ ഇവന്റെ ഉള്ളിൽ എന്നെ വെളിപ്പെടും, പുത്രത്വം വെളിപ്പെടും. ഇവൻ പിന്നെ മുൻപോട്ടേക്ക് യാത്ര, മുൻപോട്ടേക്ക്. ആ പിതാവും പുത്രനും തമ്മിൽ ഓരോ വചന ശുശ്രൂഷ കഴിയുമ്പോഴും അവരങ്ങ് അടുക്കുകയായി, അവരങ്ങ് അടുക്കുകയായി, അവരങ്ങ് അടുക്കുകയായി, അവരങ്ങ് അടുക്കുകയായി, അവരങ്ങ് അടുക്കുകയായി, അവരങ്ങ് അടുക്കുകയായി. നമ്മുടെ ഹൃദയം കൊണ്ട് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ വ്യർത്ഥമായിട്ടാണ് ദൈവത്തെ വധിക്കുന്നത്. വ്യർത്ഥമായിട്ട്. ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കാര്യം മനസ്സിലാവും. നല്ലോണം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും നോക്കാം. ഇത് യൂട്യൂബില്, ഫേസ്ബുക്കില് ഉള്ളവർക്കും ഈ സ്ക്രീന് ഷെയർ ചെയ്ത് കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. All Lord, I love you. Father, I thank you. നിന്റെ കട്ടയിൽ നിന്റെ വചനമെന്റെ വിധ മാധുര്യമേ. നിങ്ങൾക്ക് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ രണ്ട് മനുഷ്യരെ കാണാം, ഒരപ്പനും മോനും. അപ്പനും മോനും അത് ഹെവൻലി ഫാദറിനെ റെപ്രസെന്റ് ചെയ്യുക. അദ്ദേഹം ഹെവൻലി ഫാദർ ഒന്നും അല്ല, നീ അതും പറഞ്ഞ് കുറ്റം പറയാൻ വരരുത്. ഒരു റെപ്രസെന്റേഷൻ ഇട്ടിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആ കഴ്സർ മൂവ് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇദ്ദേഹം ഹെവൻലി ഫാദറിനെ കാണിച്ചു. ഇനി ഇദ്ദേഹത്തെ കാണിച്ചു, ഈ മോനെ കാണിച്ചിരിക്കണോ? ഇത് മനുഷ്യരെ കാണിച്ചിരിക്കുന്നു. ഇത് നടുവിലാര്? സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ മധ്യസ്ഥനായ ഒരേ ഒരാളാണ് കർത്താവ് യേശു, മനുഷ്യനായ യേശു ക്രിസ്തു, സാക്ഷാൽ വചനം മാംസം. എപ്പോഴും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ചോളണം, ഓപ്പറേഷണൽ സൈഡ് ഉണ്ട്, അപ്പോൾ തന്നെ എറ്റേണൽ സൈഡ് ഉണ്ട്. എറ്റേണൽ സൈഡ് ജീസസ് ഈസ് ഗോഡ്. ഓപ്പറേഷണൽ സൈഡ് ഹി ഈസ്
സൺ ഓഫ് ഗാഡ് ആൻഡ് സൺ ഓഫ് മാൻ. ആരാണ് വചനം? വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പിതാവിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് വചനം. ആ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് വചനം എന്താ ചെയ്യുന്നത് അറിയാമോ? വചനം ഇതാ യേശു പറയാണ്, ദിസ് ഈസ് യുവർ ഹെവൻലി ഫാദർ. ഇതാണ് നിന്റെ, ഈ കാണുന്ന വ്യക്തിയാണ് നിന്റെ സ്വർഗീയ പിതാവ്. ഇതാണ് വെളിപ്പെടുത്തി തരുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യോഹന്നാൻ 1:18 പറയുന്നത്, ഒരു മനുഷ്യനും പിതാവിനെ കണ്ടിട്ടില്ല, ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ that no man has seen God at any time, the only begotten Son, which is in the bosom of Father, he has declared him. ആരും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മാരണത്തിൽ, മലയാളത്തിൽ മടിയിൽ നിന്നല്ല, ബോസം എന്നാണ്, മാരണത്തിൽ ഇരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പുത്രന്റെ പരിപാടി എന്താ? വെളിപ്പെടുത്തുക, പിതാവിനെ വെളിപ്പെടുത്തുക. വേർഡിന്റെ പരിപാടി എന്താ? വചനത്തിന്റെ പരിപാടി പിതാവിനെ വെളിപ്പെടുത്തുക, പിതാവിനെ വെളിപ്പെടുത്തുക. ഇത് ഞാനല്ല പറയുന്നത്, ദൈവത്തിന്റെ വചനമാ. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന യേശു പിതാവിനെ വെളിപ്പെടുത്താത്ത യേശു ആണെങ്കിൽ അത് എവിടെ നിന്ന് വന്ന യേശുവോ? സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവോ? അതോ ഇവിടെ മനുഷ്യന്റെ ഇഷ്ടത്തിന് വേണ്ടി ക്രാഫ്റ്റ് ചെയ്ത യേശുവോ? മനുഷ്യന്റെ ഇഷ്ടത്തിന് വേണ്ടി ക്രാഫ്റ്റ് ചെയ്ത യേശു ആണെങ്കിൽ മനുഷ്യന് മനുഷ്യന്റെ സ്വന്തം ഇഷ്ടങ്ങളിലൊക്കെ ജീവിക്കാം. സൗകര്യം ഉള്ളവ പോയി ഒന്ന് ഹല്ലേലൂയ പ്രൈസിനോട് പറഞ്ഞ് സ്തോത്രം ചെയ്താൽ മാത്രം. പക്ഷെ ദൈവത്തിന്റെ വചനപ്രകാരം കടന്നു വന്ന യേശു എന്ന് പറയുന്നത്, ഇതാ നിങ്ങൾ, കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നീ നിന്റെ ജീവനെ നേടിയാൽ നീ അതിനെ കളയും, നീ എനിക്കായി എന്റെ ജീവനെ കളഞ്ഞാൽ നീ അതിനെ നേടും. എത്ര അടുത്ത് നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്? വളരെ വളരെ വിരളിൽ എണ്ണാവുന്നിടത്തോളം കേൾക്കുള്ളൂ. കാരണം അത് സ്വർഗത്തിൽ നിന്ന് യേശുവാ. മറ്റേ യേശു ഒന്നും പറയുന്നില്ല. ആരാധിച്ചു മമ്മേനെ ആരാധിച്ചു, അത് കഴിഞ്ഞ പിന്നെ കുറച്ച് പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് പോവാം. നോ, അങ്ങനെയല്ല. ദൈവദാസന്മാർക്ക് പൈസ കൊടുക്കണം, ഇതാ അത് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പക്ഷെ ഇതൊന്നും അല്ല വിഷയം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവരാജ്യം അവകാശമാക്കുമോ? നമ്മൾ കബളിപ്പിക്കപ്പെട്ടോ? കർത്താവ് പറഞ്ഞിട്ട് ആരും ഏതു ദിനം നിങ്ങളെ കബളിപ്പിക്കരുതെന്ന്. നമ്മൾ കബളിപ്പിക്കപ്പെട്ടോ? അപ്പൊ ബൈബിളിലെ യേശു പിതാവിനെ വെളിപ്പെടുന്ന യേശു. അതിനുവേണ്ടി യേശു ഭൂമിയിലേക്ക് വന്ന എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. എന്തുവാ? പിതാവും മനുഷ്യനുമായിട്ട് അകന്നിരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യണം? തന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ, തന്റെ പ്രസംഗത്തിലൂടെ ഇവരെ പിതാവുമായിട്ട് അവസാനം ഒന്നിപ്പിക്കണം. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നായി ചേരണം. അത് നടക്കുന്നത് എങ്ങനെയാ? പിതാവിനെ ഞാൻ വെളിപ്പെടുത്തുമ്പോ ഈ അപ്പനെ അറിയാത്ത ജനത്തിന്റെ ഉള്ളിൽ പുത്രത്വമാണ് വെളിപ്പെടുന്നത്. പുത്രത്വം. അങ്ങനെ ഇവർ തമ്മിൽ കൂട്ടിച്ചേരുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ വെളിപ്പെടുത്ത സംഭവമാണ് സുവിശേഷം. കർത്താവ് യേശു പ്രസംഗിച്ച സുവിശേഷം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് സുവിശേഷം ദൈവശക്തിയാണ്, യവനെയും യഹൂദനെയും മാറ്റിക്കളയും. സുവിശേഷത്തിൽ എന്നാ മതിയത്. അപ്പൊ പിന്നെ തള്ളണ്ട. ഒന്ന് സ്തുതിക്ക് ബ്രദറെ, ഒന്ന് സ്തുതിക്ക് സിസ്റ്ററെ. അങ്ങനെയല്ല സിസ്റ്ററെ, ഇങ്ങനെയാണോ സ്തുതിക്കണേ? ഇങ്ങനെ ഒന്നും തള്ളേണ്ട ആവശ്യമില്ല. അവരെ അപ്പനെ കണ്ടാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പറയണ്ട. അവരുടെ മുട്ട് കണ്ടാൽ അറിയാം അവരുടെ അവസ്ഥ ഏതാണ്. പ്രിയ സഹോദരങ്ങളെ, അവർ ഓട്ടോമാറ്റിക് ആ ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകും, പിതാവുമായുള്ള ബന്ധത്തിലേക്ക്. ഇത് ശ്രദ്ധിച്ചേ. വേറെ ചിത്രം കാണിക്കാം. അടുത്തത്. കേട്ടോ, വേറെ ഒരു അപ്പനെയും മോനെയും ചിത്രീകരിച്ചിരിക്കുക. ഇവിടെ എന്തോ സംഭവിക്കണേ? അവിടെ എഴുതിയിരിക്കുകയാണ്, റിവീലിംഗ് ഓഫ് ഫാദർ ഇൻ us reveals our sonship. നമ്മുടെ ഹൃദയത്തിൽ നമ്മളിൽ പിതാവ് വെളിപ്പെട്ടാൽ നമ്മുടെ ഉള്ളിൽ സൺഷിപ്പ് വെളിപ്പെടും. സൺഷിപ്പ് വെളിപ്പെടും. ഇതാ ഒരു അപ്പനെയും മോനെ കാണിച്ചിരിക്കുക. അപ്പൻ ഓരോ വാക്കും പഠിപ്പിക്കുമ്പോഴും, മോനെ പഠിപ്പിക്കുകയാണ്. ഇതാ ആ പഠിപ്പിക്കുമ്പോഴും മോന് ചില കാര്യങ്ങൾ അപ്പനിൽ നിന്ന് മനസ്സിലാകുകയാണ്. അപ്പൊ നമ്മുടെ അപ്പനായ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ് യേശു ക്രിസ്തു, കാൽവരിയിൽ നമ്മളെ നേടിയ യേശു ക്രിസ്തു തന്റെ വചനം നമ്മളോട് പറയുമ്പോൾ, ഓരോ വചനവും പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മളെ ഉള്ളിൽ സൺഷിപ്പ് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും, പുത്രത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയിലൂടെ മുഴുവൻ പിതാവിനെയാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതെങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വിചാരിക്കും അപ്പോ അപ്പനെ കാണിച്ച പുത്രത്വം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു
റോസിന്റെ മൊട്ട്, റോസപ്പൂല്ലേ അതിന്റെ മൊട്ട്, ആ മൊട്ട് വിരിഞ്ഞാൽ ആര് വിരിയും? ആ റോസാപ്പൂ വിരിയും അല്ലേ? റോസാപ്പൂ വിരിഞ്ഞാൽ ഇനി അതിൽ നിന്ന് സ്മെല്ല്, അതിന്റെ ഫ്രാഗ്രൻസ് വെളിപ്പെടാനായിട്ട് നമ്മൾ പ്രത്യേകം പറയണം? വേണ്ട. റോസാപ്പൂ വിരിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫ്രാഗ്രൻസ് വിരിഞ്ഞിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ എഴുതിയിരിക്കുകയാണ്, the revealing of Father in us reveals our sonship, just like when a bud reveals the flower, its fragrance also will be revealed. ഒരു ബഡ്, റോസയുടെ ബഡ് മൊട്ട് അതൊരു പൂവായി വിരിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിന്റെ ഉള്ളില് സുഗന്ധം വെളിപ്പെട്ടിരിക്കും. ഇതേപോലെ കർത്താവ് തന്റെ വചനത്തിലൂടെ പിതാവിനെ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുമ്പോ നമ്മുടെ ഉള്ളിലെ സൺഷിപ്പ് ഓട്ടോമാറ്റിക് വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇനി ഇതുമായുള്ള ബന്ധത്തില് നാം ഒന്ന് രണ്ട് വചനം വായിച്ചിട്ട് നമ്മള് നമ്മൾ ആ ഫ്ലോ ചാർട്ടിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പിതാവിനെ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? യേശു വചനത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തും. ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ പിതാവ് സകലവും എങ്കൽ വരവേൽപ്പിച്ചിരിക്കുന്നു. പിതാവ് അല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. വിശദിക്കാം. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനോ അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പൊ പുത്രൻ വെളിപ്പെടുത്തി കൊടുത്താലേ നമുക്ക് ആരെ അറിയാൻ പറ്റൂ? പിതാവിനെ അറിയാൻ പറ്റൂ. പുത്രന്റെ പേരെന്താ? വചനം. വചനത്തിലൂടെ പുത്രൻ നമുക്ക് ആരെ വെളിപ്പെടുത്തി തരും? പിതാവിനെ വെളിപ്പെടുത്തി തരും. അപ്പൊ പിതാവിനെ വെളിപ്പെടുത്തി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ സൺഷിപ്പ് നമ്മുടെ അകത്ത് വെളിപ്പെടും. അതുകൊണ്ടാണ് ഈ വചനം എല്ലാവരോടും പറയാത്തത്. കർത്താവ് പറഞ്ഞിട്ടില്ലേ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, ഈ വചനം നീ എന്തുകൊണ്ട് ഉപമകളായി സംസാരിക്കുന്ന ശിഷ്യന്മാര് ചോദിച്ചു. കർത്താവ് പറഞ്ഞൊരു ഒറ്റ കാര്യം നമ്മൾ അതിശയിപ്പിച്ചു പോകും. ഇതെല്ലാവർക്കും ഇല്ല. ഈ വചനം അറിയാൻ നിങ്ങൾക്ക് വരം കിട്ടിയിരിക്കുന്നു. കാരണം ഞാനിത് അറിയിക്കുമ്പോ കുഞ്ഞെ നിന്റെ ഉള്ളിൽ വിടരുന്നത് സൺഷിപ്പാ, പുത്രത്വ. കാരണം ഞാൻ അറിയിക്കുന്നത് നിന്റെ പിതാവിനെ, നിന്റെ അപ്പനെ ഞാൻ അറിയിക്കുന്നേ, നിന്റെ സൃഷ്ടാവിനെ ഞാൻ അറിയിക്കുന്നേ എന്ന് പറഞ്ഞ് അപ്പൻ ഊതിയപ്പോ നീ പുറത്തിറങ്ങിയത് അപ്പന്റെ ഉള്ളിൽ നിന്ന്, അതുകൊണ്ട് അങ്ങനെ കാണാതെ പോയതിനെ അന്വേഷിച്ചാൽ വന്നത്. അതുകൊണ്ട് ഈ വചനം എല്ലാവർക്കും ഇല്ല. ഈ വചനം വരം ലഭിച്ചവർക്കേ ഉള്ളൂ. വരം ലഭിച്ചവർക്ക് അവർക്കേ ഇത് പുത്രത്വം വെളിപ്പെടുത്തുള്ളൂ. കാരണം പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുക, അവർക്കാണ് ഈ പുത്രത്വം വെളിപ്പെടുത്തുന്നത്. പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഇത് വെളിപ്പെടുത്തരാൻ ദൈവം കൃപയായില്ലേ. വേറെ ചില യഹൂദന്മാരുടെ കർത്താവ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് വെളിപ്പെടുത്താത്തതിന്റെ കാരണം, നിങ്ങൾക്ക് ഇത് വെളിപ്പെടുത്താത്തതിന്റെ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്റെ പിതാവ് ആകർഷിച്ചാലേ എന്റെ അടുക്ക് വരാൻ പറ്റൂ. പിന്നെ രണ്ട്, നിങ്ങൾ വിശ്വസിക്കാത്തതിന്റെ കാരണം നിങ്ങൾ എന്റെ ആട്ടിക്കൂട്ടത്തിലുള്ളവരല്ല, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. എന്റെ വാക്കല്ല കേട്ടോ, ഇതൊന്നും എന്നും പ്രസംഗിച്ച് കേൾക്കത്തില്ല. കാരണം അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത് എന്താണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നമുക്ക് മനസ്സിലായിട്ടില്ല. മത്തായി സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോ ആ തോട്ടത്തിലുണ്ടല്ലോ, ആ വയലിൽ 2 ടൈപ്പുള്ള സീഡുണ്ട്. 2 ടൈപ്പ്. ഒന്ന് കള, മറ്റത് രാജ്യത്തിന്റെ പുത്രന്മാർ. കർത്താവ് പറഞ്ഞ കള പിശാചിന്റെ മക്കളാണ്, രാജ്യത്തിന്റെ പുത്രന്മാർ അത് ദൈവരാജ്യത്തിന്റെ മക്കളാണ്. വിതച്ചത് മനുഷ്യപുത്രനാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാ. ഇവിടെ ലോർഡ് ഐ ലവ് യു. ഇനിയും കർത്താവ് ഇതുമായിട്ട് ബന്ധത്തില് കർത്താവ് വീണ്ടും പറയുന്ന കാര്യം, ലോർഡ് ഐ ലവ് യു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം. നീ ഇത് കർത്താവ് പിതാവുമായിട്ട് സംസാരിക്കുക. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക്, അതായത് ലോകത്തിൽ നിന്ന്
ഒരു കൂട്ടം മനുഷ്യർ ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. ആ തമ്മിലുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം ശ്രദ്ധിച്ചു കേൾക്ക, വചനം കേട്ടാൽ എന്ത് വെളിപ്പെടണം? പിതാവ് വെളിപ്പെടണം. നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, പിതാവിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ എനിക്ക് തന്ന മക്കൾക്ക് ഞാൻ പിതാവിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ മക്കളെ, വചനം കേട്ടിട്ട് നിങ്ങൾക്ക് പിതാവ് വെളിപ്പെടുന്നുണ്ടോ? അതോ വചനം കേൾക്കുമ്പോ ഇതിനൊക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു ദേവാസന സന്ദേശം കേട്ടു. എനിക്ക് ഭയങ്കര പരിചയമുള്ള ദേവാസന. നിന്റെ പ്രവേശനങ്ങളൊക്കെ മാറും, വചനത്തിന്റെ പ്രവേശനങ്ങൾ മൊത്തം മാറും. സഹോദരി നീ വിഷമിക്കേണ്ട, നിന്റെ അതും മാറും. സഹോദരൻ നീ വിഷമിക്കേണ്ട, അതും മാറും. അങ്ങനെ കുറെ നേരം ദൈവം പ്രശ്നം മാറ്റം കണ്ടിട്ട് ഞാനങ്ങ് നിർത്തി, ഞാനങ്ങ് നോക്കി. കാരണം പിതാവ് വെളിപ്പെടുന്ന വിഷയമേ ഇല്ല. ഈ മനുഷ്യന്റെ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. മനുഷ്യനെ അതിൽ മാത്രം ഇട്ട് അവിടെ മാത്രം കിടത്തുക. എന്നാൽ കർത്താവ് പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് നീ അതിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്. വിഷയമല്ല നിന്റെ ഫോക്കസ്. നിന്റെ ഫോക്കസ് നിന്റെ അപ്പനായിരിക്കണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവത്തിന്റെ അതോറിറ്റിയാണ്. മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടെ നിന്റെ വിഷയങ്ങളുടെ മേൽ നീ എന്ത് കൊടുക്കും? ദൈവം പരിഹാരം. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. മുമ്പോട്ടേക്ക് വിടത്തില്ല. ഇന്ന് ധാരാളം നിക്കോളൈറ്റ്സ് ഡോക്ട്രിൻസ് ആണ് ഇന്ന് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. കർത്താവ് ഇതിനെ വെറുക്കുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിക്കാത്ത സന്ദേശങ്ങളെ കർത്താവ് വെറുക്കുന്നു. ശ്രദ്ധിക്കുക, അവിടെ കർത്താവ് വീണ്ടും പറയുകയാണ് അതിന്റെ 25-ാം അധ്യായം. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കട്ടെ, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും പറഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി. അപ്പോ സാക്ഷാൽ വചനം എന്താ ചെയ്യണേ? വചനം പിതാവിനെ വെളിപ്പെടുത്തും. അപ്പൊ ഇനി എന്ത് ചെയ്യും? അവിടെ എഴുതിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഇനിയും അത് തന്നെ ചെയ്യും. സാക്ഷാൽ വചനമാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ആണോ? വചനം മാംസമായി വന്ന യേശു ആണോ? പിതാവിനെ വെളിപ്പെടുത്തും. പിതാവിനെ വെളിപ്പെടുത്തും. ഇതുകൊണ്ടാണ് ഫിലിപ്പോസ് ചോദിച്ചു, പിതാവ് ഞങ്ങൾക്ക് കാണിച്ചതാ. ഉടനെ യേശു എന്നാ പറഞ്ഞേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നേ. എങ്ങനെയാണ് സംഭവിക്കണേ? ഇതാണോ ഈ മാംസവും ഇതൊക്കെയാണോ പിതാവ്? അല്ല. തൊട്ട് താഴെ കർത്താവ് പറഞ്ഞു, പിതാവ് അദൃശ്യനാണ്, എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ എന്നിലൂടെ പ്രവർത്തിക്കുമ്പോ നിനക്ക് പിതാവിനെ കാണാം. അല്ലാതെ ഒരു മനുഷ്യനും പിതാവിനെ കണ്ടിട്ടില്ല. കിട്ടാതെ കാണാൻ പറ്റും, പക്ഷെ എന്നിലൂടെ കാണാൻ പറ്റും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരോടെ പിതാവിനെ കാണാൻ പറ്റും. കാരണം യേശുവിൽ പിതാവ് വസിക്കുന്ന പോലെ ഇതാ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. കടന്നു വന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അതിനെന്താ വാക്യം? ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതായത് വചനത്തെ കണ്ടാൽ നീ പിതാവിനെ കണ്ടിരിക്കും. സാക്ഷാൽ സ്വർഗ്ഗത്തിൽ യേശുവിനെ കണ്ടാൽ നീ പിതാവിനെ കണ്ടിരിക്കും. കാരണം യേശു ആരെ വെളിപ്പെടുത്തുന്നു? പിതാവിനെ വെളിപ്പെടുത്തുന്നു. എങ്ങനെ വെളിപ്പെടുത്തുന്നു? ഒട്ടുതാഴെ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കൊള്ളുക. എങ്ങനെയാണ്? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, അദൃശ്യനായ ദൈവം എന്റെ ഉള്ളിലെ അദൃശ്യമണ്ഡലത്തിൽ വസിച്ചുകൊണ്ട് ഇതാ ഈ ദൈവത്തിന്റെ ഈ ശരീരത്തിലൂടെ തന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ആരാ വെളിപ്പെടുന്നേ? പിതാവ് വെളിപ്പെടുത്തുക. പിതാവ് വെളിപ്പെടുകയാ. ഹല്ലേലൂയ. പിതാവ് വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ജീസസ്, യേശു എന്ന് പറയുന്നത് പിതാവിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. പിതാവ് വെളിപ്പെടുകയാ. പിതാവിനോട് വെളിപ്പെടുക. നമ്മൾ ഓരോരുത്തരും എന്തായി തീരണം? ഇതേ ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റേഷൻ ആയി തീരണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കുക, എന്നിലൂടെ ജീവിക്കുക. ഹല്ലേലൂയ. അപ്പൊ സ്വർഗം ഇതാ നമ്മളുടെ മാനിഫെസ്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വരികയാണ്. പിതാവിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കണം ഞാനും നിങ്ങളും. അങ്ങനെ സ്വർഗം നമ്മളിലൂടെ ഭൂമിയിൽ വരും. ദൈവം നമ്മളിലൂടെ വിളിക്കും. അപ്പോ ഓരോ വചന ശുശ്രൂഷ എന്ത് പറ്റുമെന്നറിയാം? ഓരോ വചന ശുശ്രൂഷയും പ്രിയ സഹോദരങ്ങളെ നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരും. അതത്രയും സ്വർഗത്തിൽ നിന്ന് യേശുവിന്റെ വചന ശുശ്രൂഷ, സാക്ഷാൽ വചനം.
എന്നാൽ അല്ലാതെ ഈ ഭൂമിയിലെ മറ്റൊരു യേശുവിന്റെ വചന ശുശ്രൂഷകളൊന്നും നമുക്ക് പിതാവിന് വെളിപ്പെടുത്തി തരില്ല. അവർക്ക് പിതാവിന് വേണ്ടി അവർക്ക് യേശു വരെ വന്നോടെ നിൽക്കും, അപ്പുറത്തേക്ക് പോകില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നു, ഇതാ ഏക മധ്യസ്ഥനാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ. ഈ യേശുവിലൂടെ നമ്മൾ പിതാവിലേക്ക് ചേരണം. അങ്ങനെ ദൈവത്തിന്റെ വചനം എഫേസ്യർ 2:18 പറയുന്നു, അങ്ങനെ ഏകാത്മാവിനാൽ നമുക്ക് പിതാവിലേക്ക് പ്രവേശനമുണ്ട്. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ഇത് ബൈബിളിലെ വചനമായി പറയുന്നേ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പലർക്കും വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങൾ മറ്റൊരു യേശുവിന്റെ കുടുക്കിപ്പെട്ടുപോയി. ഈ പറയുന്ന ഏതെങ്കിലും ബൈബിൾ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം. ഹല്ലേലൂയ. അല്ല എങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കും, എന്തുകൊണ്ട് ഈ യേശുവിനെ ഞങ്ങൾക്ക് ഇതുവരെ പ്രസംഗം കേട്ടിട്ടില്ല, ഈ യേശുവിന്റെ പ്രസംഗം കേട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നെ തിരുത്തണമെങ്കിൽ ഞാൻ തിരുത്തപ്പെടാൻ തയ്യാറാണ് ബൈബിൾ പ്രകാരം. എന്നാൽ മറ്റുള്ളവർ അങ്ങനെ തന്നെ ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ തയ്യാറായി, ഞാൻ തികഞ്ഞവനല്ല, എനിക്ക് ഇനിയും ധാരാളം മാറ്റങ്ങൾ ആവശ്യമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചാണേ, ഇനി ഇതുമായുള്ള ബന്ധത്തിൽ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഈ ഫ്ലോ ചാർട്ട്, ഗോഡ്സ് ഓപ്പറേഷൻ, ദൈവത്തിന്റെ ഓപ്പറേഷൻ, ദ വിൽ ഓഫ് ഗോഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ദൈവത്തിന്റെ ഓപ്പറേഷൻ എല്ലാം ഉൽപ്പത്തി 1:26 ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴും. ഇത് പറഞ്ഞത് പോലെ എക്സ്പ്ലനേഷൻ ദൈവം അനുവദിക്കും, നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം. ഇതാ ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഉണ്ടാക്കിയവർ നമുക്കറിയാം. ആദത്തിന്റെ മുകളിൽ കൈസർ നിൽക്കുന്നു. എന്നാൽ ആദത്തിൽ ദൈവത്തിന്റെ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. കാരണം ദൈവം പരാജിതനായതല്ല, ആദത്തിന്റെ അനുസരണക്കേട് മൂലം ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടു പോയി. ഓപ്പറേഷൻ വേറെ, ഡിവോഷണൽ വേറെ. രണ്ടും രണ്ടാണ്. അത് രണ്ട് ബാലൻസ് ചെയ്ത് ഉപയോഗിക്കും. അതായത് ഡിവോഷണൽ സൈഡ്, സ്തുതിയും ആരാധനയുടെ സൈഡ് ഉണ്ട്, അത് നമ്മൾ ദൈവത്തെ എപ്പോഴും ചെയ്യേണ്ട. എന്നാൽ ഓപ്പറേഷൻ സൈഡ് അത് നമുക്ക് മസ്റ്റാണ്, അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അപകടമാണ്. ഇനി അത് പരാജയപ്പെട്ടു, ഫെയിൽ. ഇനി അടുത്തത് അവിടെ വെച്ചാൽ 33-ാം അധ്യായം 15-ാം വാക്യം ക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്യുന്നത്. അതാണ് പ്രോമിസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്തു. ഇനി അതുവരെ ക്രിസ്തു വരുന്നത് വരെയോ ഈ മനുഷ്യനെ സൂക്ഷിപ്പാനായിട്ട് ലോ ആൻഡ് പ്രോഫിറ്റ്, അതായത് ന്യായപ്രമാണവും പ്രവാചകന്മാരെ കൊടുത്തു. അതാണ് നിങ്ങൾ അടുത്ത കാണുന്നത്. ഈ ന്യായപ്രമാണവും പ്രവാചകന്മാര് അത് ഇടയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ ന്യായപ്രമാണം മുഴുവൻ യേശു ക്രിസ്തു വരുന്നത് വരെയാണ്. അതുകൊണ്ടാണ് ഗലാത്യർ 3:19 പറയുന്നത്, ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിക്കുന്ന സന്തതി വരുന്നത് വരെ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അതല്ല ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ പുറകിലേക്ക് പോരും. അത് ഉപയോഗിച്ചാൽ ലക്ഷ്യത്തിലേക്ക് പോകില്ല, പുറകിലേക്ക് പോരും. അപ്പോ അതൊരു ശിശുപാലകൻ, ഒരു ഡേ കെയർ പോലെയാണ് ഈ ന്യായപ്രമാണം മുഴുവൻ. അവിടെ പറയുന്നു, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം മതി. ഏത്? ഈ ന്യായപ്രമാണം. ഇന്ന് നിറച്ച് ന്യായപ്രമാണ പ്രസംഗമാണ്, ധാരാളം മണ്ഡലങ്ങളിൽ ന്യായപ്രമാണം തന്നെ. എന്നാൽ ന്യായപ്രമാണം വാഗ്ദത്തം ലഭിക്കുന്ന സന്തതി യേശു വരുന്നത് വരെ മതി എന്നാ ബൈബിള് പറയുന്നത്. അപ്പൊ പ്രോഫറ്റ്സ് ദൈവത്തിന് വചനം പറയുന്ന കാര്യം, ഈ പ്രവാചകന്മാർ യേശു വരെ പ്രവചിച്ചു. യേശു, അതേ സ്നാപക യോഹന്നാന്റെ ആ ഒരു പോയിന്റ് വന്ന് യേശു വരുന്ന പോയിന്റ് വരെ അവര് പ്രവചിച്ചു. കാരണം സ്ത്രീയുടെ സന്തതി ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇതൊക്കെയാ യേശു വരുന്നത് വരെയുള്ള ഒരു പ്രവചനം. ബെത്ലഹേമിലായിരിക്കും നമുക്ക് രക്ഷ നൽകപ്പെട്ടിരിക്കുന്നു. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, ഇതൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു മണ്ഡലമാണ്. അവിടം വരെയാണ് എല്ലാ പ്രവചനങ്ങളും വന്നത്. അതിന്റെ ഇടയിൽ വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ അപ്പുറത്തേക്ക് പോകുന്ന പ്രവചനങ്ങൾ. അതാണ് ദാനിയേൽ പ്രവാചക പുസ്തകത്തിലുണ്ട്. നമുക്ക് ചില ഭാഗങ്ങൾ, ഏശയ്യാ പ്രവാചകൻ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും എൻഡ് വരെ പോകുന്ന മണ്ഡലം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ന്യായപ്രമാണവും പ്രവാചകന്മാരും ദൈവത്തിന്റെ വചനം പറയുന്നത് എവിടം വരെയാ? ആ ക്രിസ്തു വന്ന പോയിന്റുണ്ട്. ഈ ഒരു ഒറ്റ പോയിന്റ് വരെ ഉള്ളൂ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആര് പറയുന്നു? ഞാനല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു. ലൂക്കോസ് വിശദം 16:16 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് സഭയോടെ ഈ സ്ക്രീനിൽ ശ്രദ്ധിച്ചാണ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ലൂക്കോസ് 16:16 കാണാം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അങ്ങനെ ബൈബിൾ അത് പറയുന്നെങ്കിൽ അത് നീട്ടാൻ നമുക്ക് എന്താ അധികാരം? തുടർന്ന് അന്ന് മുതൽ എന്താണ്? കാലം മാറി, അന്ന് മുതൽ ദൈവരാജ്യ സുവിശേഷം വരുന്നു.
ദൈവരാജ്യ സുവിശേഷിച്ചു വരുന്നു. അതായത് ഈ എതിർക്കുന്ന കൂട്ടരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ദൈവരാജ്യത്തെ സുവിശേഷിക്കുന്നില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്നാന്ന് അറിയത്തില്ല. ദൈവരാജ്യം എന്ന് വെച്ചാൽ വേറെ വലിയ കോംപ്ലക്സ് കാര്യമല്ല. ദൈവ പിതാവായ ദൈവവും ആ ദൈവത്തിന്റെ അധികാര സീമയും ആര് കീഴ്പ്പെട്ടിരുന്നത്? യേശു കീഴ്പ്പെട്ടിരുന്ന ആ പിതാവിന്റെ രാജ്യം. യേശു പറയുന്നില്ലേ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്നില്ലേ? ആ അധികാരം തന്നെയാണ് ഈ പിതാവിന്റെ രാജ്യം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതാണ് യേശു പ്രസംഗിച്ചത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയാണ് ന്യായപ്രമാണത്തിന്റെ പ്രവചനം യോഹന്നാൻ വരെയായിരുന്നു. അന്ന് മുതൽ കാലം മാറി ദൈവരാജ്യത്തെ സുവിശേഷമായി പ്രസംഗിച്ചു വരുന്നു. ശ്രദ്ധിക്കുക, സുവിശേഷമായി പ്രസംഗിച്ചു വരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇനിയാണ് പ്രോത്സാഹനം നോക്കിയോ. ക്രിസ്തു വന്നതിന് ശേഷം യേശു വന്നു, ക്രൈസ്റ്റ്, ഇനി അതിനു ശേഷമുള്ള കാലം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ കാലമാണ്. ഈ കാണുന്ന കാലം. ഈ ദൈവരാജ്യത്തിന്റെ കാലത്ത് ഇനിയും ന്യായപ്രമാണമല്ല പ്രസംഗിക്കാൻ പോകേണ്ടത്, ഇനിയും പുറകിലുള്ള ഡോക്ടറിനല്ല. ഇനിയിപ്പോ ഏത് പ്രസംഗിച്ചാലും ന്യായപ്രമാണത്തിന് വരെ പ്രോസ്പെരിറ്റി പ്രസംഗിച്ചു, അല്ല വേറെ ഡെലിവറൻസ് പ്രസംഗിച്ചു, ഇതൊക്കെ കൊണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇനി മുൻപോട്ടേക്ക് നമ്മൾക്ക് പോകേണ്ടത് ഇനി ഓരോ വചനത്തിലൂടെ ഇനി അടുത്തെന്താ വേണ്ടത്? ഈ പിതാവിനെ വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. എന്താണ് ദൈവരാജ്യ ശുശ്രൂഷ? പിതാവിനെ വെളിപ്പെടുത്തുക. നിനക്കൊരു അപ്പനുണ്ട്, സ്വർഗീയ പിതാവ് ഉണ്ടെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി ആ ദൂതപുത്രൻ മടങ്ങി വന്ന ആ പിതാവിന്റെ വീട്ടിലെ അധികാരത്തെ കീഴടക്കി ജീവിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ലോകത്തിൽ നിന്ന് മടങ്ങി വന്ന് ഹൃദയം കൊണ്ട് മടങ്ങി വരണം. ഹൃദയം കൊണ്ട് മടങ്ങി വന്ന് യേശു പറഞ്ഞതുപോലെ പറയണം, ഇനി എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ. നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നമ്മളൊരു സ്പിരിറ്റ് സെറ്റിലേക്ക് മാറുകയാണ്. മനസ്സിലായില്ലേ? പുതിയ വേണം അല്ലെ? നമ്മളുടെ ലോകപരമായ മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നമ്മൾ പിതാവിന്റെ മൈൻഡ് സെറ്റിലേക്ക്, ഒരു സ്പിരിറ്റ് സെറ്റിലേക്ക് മാറുകയാണ്. പിന്നെ നമ്മളല്ല തീരുമാനിക്കുന്നത്, പിതാവ് പറയുന്നു, നമ്മൾ അത് ഏറ്റെടുക്കുന്നു, പിന്നെ ചെയ്യും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ആള് മാറുകയായി. അപ്പോ ഇനി അതിനുശേഷം ഓരോ വചനശുശ്രൂഷയുടെയും റിവീലിംഗ് ദ ഫാദർ, പിതാവ് വെളിപ്പെടും. പിതാവ് വെളിപ്പെടുമ്പോ അടുത്തത് ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ സൺഷിപ്പ് വെളിപ്പെടും, പുത്രത്വം വെളിപ്പെടും. ഇത്രയും നാളും വചനശുശ്രൂഷ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദേവദാസന്മാരെ, ഇതൊക്കെ നമ്മൾ ലോകത്ത് കേട്ടു, നമ്മളെ ശുശ്രൂഷിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വചനം പറയുമ്പോ ഈ പിതാവിന്റെ ശുശ്രൂഷ അവിടെ വെളിപ്പെടുന്നുണ്ടോ? അതോ ചുമ്മാ ഒരു വചനം കേട്ടു എങ്ങോട്ടേക്കൊന്നും ഇല്ലാതെ വണ്ടി കയറി പോകുന്ന വ്യക്തിത്വങ്ങളെ പോലെ ആണോ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്? ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. Father, I love you. ആസ്വദിച്ച് അതായത് ദർശനമില്ലാത്ത ദൈവരാജ്യ ശുശ്രൂഷ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ചിലർ ബസ് സ്റ്റാൻഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. Studying word without words vision is like entering into a bus by not knowing where it's going. ഇത് അടുത്തേക്ക് ഒരു പെങ്കൊച്ച വലിയ ഭാരമൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് കയറുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാതെയാണ് ഈ വണ്ടിയിലേക്ക് കയറുന്നത്. ഇതേപോലെ ഓരോ വചനവും പോകുന്ന സ്ഥലമുണ്ട്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒക്കെ നമ്മളെ എങ്ങും കൊണ്ടുപോകുന്നില്ല, ലോകത്തിൽ സൂക്ഷിക്കുകയാണ്. എപ്പോ വരെ? ടേക്ക് കെയർ പോലെ, ക്രിസ്തു വരുന്നത് വരെ. പക്ഷെ ദൈവരാജ്യത്തിന്റെ മൊഴികൾ നമ്മളെ ലോകത്ത് സൂക്ഷിക്കുകയല്ല, ലോകത്തുനിന്ന് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടേക്ക്? പിതാവിന്റെ അടുക്കലേക്ക്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയാണ്. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ശ്രദ്ധിച്ചു കേട്ടോളണം. ബലാത്കാരികൾ അതിനെ ബലാത്കാരം ചെയ്യും. ഇംഗ്ലീഷ് ഉപയോഗിച്ച പ്രസോൺ, അങ്ങോട്ടേക്ക് അതിവേഗം കയറുന്നു. അതൊരു യാത്രയാണ്. യാത്ര അല്ലാണ്ട് ഒരു സ്ഥലത്ത് താമസിക്കുക. It's a journey, not a staying together. എന്നാൽ ന്യായപ്രമാണം അങ്ങനെയല്ല, സൂക്ഷിക്കുക. എപ്പോ വരെ? യേശു വരുന്നത് വരെ. ഇതുകൊണ്ടാണ് കർത്താവ് യേശു വരുന്നത്. അതൊരു യാത്രയാണ്. എങ്ങനെ? എന്നിലൂടെയുള്ള യാത്ര. ഞാനാണ് വചനം, എന്നിലൂടെ യാത്രയാണ്. ഞാൻ പിതാവിനെ വെളിപ്പെടുത്തും, നീ വെളിപ്പെടുമ്പോൾ നിന്റെ ഉള്ളിൽ സൺഷിപ്പ് വെളിപ്പെടും. അങ്ങനെ എന്നിലൂടെ കടക്കുന്നവൻ. ഇതൊരു യാത്രയാണ്. കടക്കണം, അകത്ത് വരും, കടക്കണം. അതൊരു യാത്രയാണ്. ഇതാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ 3-ാം പറയുന്നത്. ഇതൊരു യാത്രയാണ്. ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമയുടെ വിരുദ്ധനായി നാട്ടിലേക്ക് ഓടുന്നു. ഇതൊരു യാത്രയാണ്.
ന്യായപ്രമാണവും പ്രവാചകന്മാരും യാത്രയല്ല, അതൊരു സൂക്ഷിപ്പാണ്. ക്രിസ്തു വരുന്നവരെ സൂക്ഷിപ്പ്. പ്രിയ സഹോദരങ്ങളെ, ദാ ഇവിടെ നിക്കോലിയോ അവർ എന്താ ചെയ്തെന്നറിയാമോ? നിക്കോളൈറ്റ്സ് അവര് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ദാ അവർ യേശു വിശ്വസിച്ചു. പക്ഷെ അവര് യഹൂദ മതം അനുസരിച്ച് ഒരു ന്യായപ്രമാണത്തിലേക്ക് അവർ പുറയിലേക്ക് പോകും. യേശു പറയുന്നു, ഞാനത് വെറുക്കുന്നു. ഇന്നിപ്പോ ന്യായപ്രമാണം പറഞ്ഞല്ല, പ്രോസ്പെറിറ്റി പറഞ്ഞാകട്ടെ, ഇതാ മറ്റുള്ള തിയോളജി പറഞ്ഞാകട്ടെ, യേശുവിനെ പ്രസംഗിച്ച് വചനം പറഞ്ഞ് ഈ ജനം എങ്ങോട്ടേക്ക് പോകുന്നില്ല. ദൈവരാജ്യം ഉണ്ടെന്ന് പറയുന്നത് ഈ ജനത്തിന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അത് പറയണമല്ലോ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് ദൈവരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് മാലപ്പുഴക്കത്തിനിടയിൽ ഗുണ്ടുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജനത്തിന്റെ ഹൃദയം ദൈവരാജ്യത്തിലേക്ക് പോകുന്നുണ്ടോ? പിതാവിലേക്ക് പോകുന്നുണ്ടോ? പിതാവിനെ വെളിപ്പെടുത്തുന്നായിരുന്നു സ്വർഗത്തിൽ വന്ന യേശുവിന്റെ വചന ശുശ്രൂഷ. എങ്കിൽ ഇതാ നമ്മുടെ ശുശ്രൂഷയും ഇതാ വചന ശുശ്രൂഷയും ആ പിതാവിന് വെളിപ്പെടുന്നതാണോ? അല്ല മറ്റൊരു യേശുവിനെ പോലെ ഇതാ എങ്ങും കൊണ്ടുപോകാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തി അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ആകരുത്. ഇനിയുള്ള നാളിൽ ശ്രദ്ധിക്കുക, നാം കേൾക്കുന്ന വചനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെ വചനമാണോ, അതോ ലോകത്തിൽ കേൾക്കുന്ന ഇതാ മറ്റൊരു യേശുവിന്റെ വചനം? അത് എങ്ങും കൊണ്ടുപോകുന്നില്ല, അവിടെ തന്നെ നിർത്തുന്നു. ആ ബസ് എങ്ങോട്ടൊക്കെ യാത്രയില്ല, അത് അവിടെ കിടന്നു. ഒരു ബസ്സിൽ കയറി, ബസ്സിൽ കയറി ഉടനെ തന്നെ എല്ലാ വാതിലും അടച്ചു, ഉടനെ വീഡിയോ അങ്ങ് ഇട്ടു, ഉടനെ ഭയങ്കര ശക്തിയിൽ നല്ല പാട്ടുകൾ, അടിപൊളി പാട്ടുകൾ അങ്ങിട്ടു. നമ്മുടെ ഭാഷ എങ്ങനെ പറഞ്ഞാൽ അങ്ങനെയല്ലോ, അടിപൊളി പാട്ടുകൾ. പിന്നെ അങ്ങോട്ട് ഒരു ബഹള, എങ്ങും പോകുന്നില്ല. വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, ഉടനെ ആക്സിലേറ്റർ കൊടുത്തു, ഭയങ്കര എല്ലാവരും ആത്മാവിനായി. പക്ഷെ കുറെ നേരം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി, ബസ് എങ്ങും പോയില്ല, അവിടെ തന്നെയുണ്ട്. ഇങ്ങനത്തെ ഒരു ആരാധനയാണോ? ഇങ്ങനത്തെ ഒരു ക്രമീകരണമാണോ? അതോ യേശു പറയുന്നു, ഫോളോ മീ, ഇതൊരു യാത്രയാണ്, എന്നെ അനുഗമിക്ക്. ഇതൊരു യാത്രയാണ്, ഹൃദയം കൊണ്ടൊരു യാത്ര. പഴയ നിയമത്തിൽ കാലുകൊണ്ടാണ് നടന്നത്, എന്നാൽ പുതിയ നിയമത്തിൽ കാലുകൊണ്ടല്ല, ജഡം കൊണ്ടല്ല, ഹൃദയം കൊണ്ടുള്ള യാത്ര, യേശുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള യാത്ര, സ്വർഗത്തിലേക്കുള്ള യാത്ര. ഹല്ലേലൂയ. പ്രിയ സഹോദരികളെ, തിരിച്ചറിയ കുഞ്ഞെ, നീ ഏത് യേശുവിനെയാണ് കേൾക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിനെയാണോ? ആ യേശു പിതാവിന് വെളിപ്പെടുത്തും. ഭൂമിയിലെ യേശുവിനെയാണോ? പിതാവിന് വെളിപ്പെടുത്തില്ല. പിതാവിന് വെളിപ്പെടുത്താത്ത ഒരു യേശു സ്വർഗത്തിൽ നിന്ന് വന്ന യേശു അല്ല. അത് ഭൂമിയിൽ ജനം തങ്ങളുടെ സൗകര്യം പോലെ പിശാചിന്റെ സപ്പോർട്ടിനാണ് ക്രാഫ്റ്റ് ചെയ്ത യേശുവാണ്. കുടുക്കിൽ വീടല്ലേ? ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഞാൻ തിരുത്തേണ്ടതുണ്ടെങ്കിൽ പ്രിയരെ എന്നെ അറിയിക്കണം. എങ്ങനെ? ഈ വചനപ്രകാരം തിരുത്താൻ തയ്യാറായി നിൽക്കുക. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കണ്ണിലടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഡാഡി, താങ്ക് യു ഫോർ ദൈ ബ്യൂട്ടിഫുൾ ഗ്ലോറിയസ് വേർഡ്. താങ്ക് യു. അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി സ്വർഗത്തിൽ നിന്ന് വന്ന യേശു, അങ്ങിൽ നിന്ന് വന്ന യേശു, അങ്ങ് അയച്ചിട്ട് വന്ന യേശു പിതാവിനെ വെളിപ്പെടുത്തും ഓരോ വചനത്തിലൂടെ. എന്നാൽ പിശാചിന്റെ സപ്പോർട്ടിലൂടെ മനുഷ്യൻ ക്രാഫ്റ്റ് ചെയ്ത യേശു പിതാവിനെ വെളിപ്പെടുത്തുകയില്ല, ദൈവരാജ്യം വെളിപ്പെടുത്തുകയില്ല. തന്ന ചിന്തയ്ക്കായി നന്ദിയോട് പ്രിയ നല്ല പിതാവേ, ആത്മാവിൽ കാര്യങ്ങളെ ഡിസൈൻ ചെയ്യുവാൻ അങ്ങനെ കൃപയ്ക്കായി ഡാഡി, ഇത് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ത്രാണി ഞങ്ങളുടെ പല സഹോദരങ്ങൾക്കും ഇല്ല. എന്നാൽ ഞങ്ങളുടെ കഴിവല്ല, അങ്ങയുടെ കൃപ അവരുടെ മേൽ വ്യാപരിച്ചു. അങ്ങ് അവരുടെ ഹൃദയത്തെ ലുതിയായിട്ട് ഹൃദയം തുറന്നു കൊടുത്തതുപോലെ തുറന്നു കൊടുക്കട്ടെ. അവരത് മനസ്സിലാക്കട്ടെ, ഇത് നിലകൊള്ളട്ടെ. അപ്പൊ ആരെയും കുറ്റം വിധിക്കാനോ ഒന്നും അല്ലല്ലോ അങ്ങ് ഇത് പറഞ്ഞത്. ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി, മകനെ, ചതിക്കുഴിയിൽ നിന്ന് മകളെ നീ ഓടി രക്ഷപ്പെട്ടോ, സാത്താന്റെ തന്ത്രങ്ങളെ നീ അറിയണം എന്ന് ആഗ്രഹിച്ചങ്ങ് പറഞ്ഞു തന്നതല്ലേ പിതാവേ. അടിയന്റെ സഹോദരങ്ങളെ ഓർത്ത്, സഹോദരിമാരെ ഓർത്ത് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ദുഷ്ടന്റെ പിടികളിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കണം അപ്പ, വിടുവിച്ചെടുക്കണം. പിശാചിന്റെ തന്ത്രങ്ങളും കോട്ടകളും യേശുവിന്റെ നാമത്തെ തകർന്നു വീഴട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരങ്ങളിലേക്ക് സകലത് കേൾപ്പിക്കുക. പ്രിയ പിതാവേ, ഈ കൂട്ടത്തിൽ ബലഹീനരായിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്,
തളർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അപ്പൊ സാമ്പത്തികമായി ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്, രോഗികളായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം മുകളിൽ അങ്ങ് മഞ്ഞുമഴയുമായി അങ്ങയുടെ സമാധാനവും സൗഖ്യവും ഐശ്വര്യവും വിടുതലും അങ്ങയുടെ മക്കളുടെ മേൽ കൊടുക്കുവാൻ ഇടയാക്കണം. ചേട്ടയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ ഒരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ, അനുഗ്രഹമായി വെളിപ്പെടട്ടെ. ഈ വചനം കർത്താവേ അങ്ങയുടെ ദൂതന്മാർ ഇത് എടുത്തുകൊണ്ട് പോകട്ടെ, എടുത്തുകൊണ്ട് പോകട്ടെ, മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. പിതാവേ, അതിനായി ഞങ്ങൾ ഓരോരുത്തരും സകല മഹത്വം ഇറങ്ങി തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് സംസാരിച്ചല്ലോ. നിങ്ങള് ഈ വചനം വീണ്ടും വീണ്ടും കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. ഈ പറഞ്ഞ വചനങ്ങൾ ശ്രദ്ധിക്കുക. ധാരാളം വചനങ്ങൾ പറയാനുണ്ട്, എല്ലാം കൂടി പറയാൻ ഈ ചെറിയ സമയം നമുക്ക് പറ്റത്തില്ലല്ലോ. ഇനി തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് നമ്മള് കൂടുതലായിട്ട് കർത്താവ് നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് അറിയിക്കുക. അന്ത്യനാളുകൾ, കുറച്ച് നാളുകളെ നമ്മളുടെ ഉള്ളൂ. മൂക്കിലെ ശ്വാസം അധികം താമസിയാതെ മാറ്റപ്പെടുമല്ലോ. ഇതാ കർത്താവിന്റെ വരവ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ജയം പ്രാപിക്കാൻ നമ്മൾ ഒരുങ്ങുക, ജയിച്ച് കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന നാളെ രാവിലെ ഗൾഫിലെ സഭായോഗവുമായുള്ള ബന്ധത്തില് നമുക്ക് വീണ്ടും കാണാം. സൂമില് കാണുന്ന വ്യക്തിത്വങ്ങൾ രാവിലെ 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ലിങ്ക് കിട്ടും. നിങ്ങളുടെ കയറുവാൻ തെക്കണം, ഒരുങ്ങി നിൽക്കുക. 11 മണിക്ക്, അതിന് മുമ്പ് 1 മണിക്കൂർ കൂടെ ശുശ്രൂഷ ആരംഭിക്കും. 10 മണിക്ക് ശുശ്രൂഷ ആരംഭിക്കും. ആരാധന അവരവന്റെ ഭവനങ്ങളിലാണ്. തുടർന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ സൂമിലെ ലിങ്ക് നിങ്ങൾക്ക് കടന്നു വരും. ചിലപ്പോൾ നേരത്തെ വരും, നേരത്തെ വന്നാലും നിങ്ങൾക്ക് 11 മണിക്ക് തന്നെ അത് അവൈലബിൾ ആയിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഞായറാഴ്ചയും സൂമിലെ ഇന്ത്യൻ സമയം 10 മണിക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളോട് കൂടെ ചേരുക, ഒരുമിച്ച് സ്വർഗീയ പിതാവിനോട് ചേരാം. കർത്താവ് യേശു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, www.kingdommessages.com. ഒരു വലിയ ആത്മീയ സാധ്യത അതിന്റെ ഉള്ളിലുണ്ട്. നമ്മുടെ പുസ്തകങ്ങളും അതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന സൗജന്യമായിട്ട് വായിക്കാവുന്നതാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.